കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും മുതിർന്ന ഒരു വയലിൻ വിദ്വാനുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ സംഗീത വിദ്വാന്മാരിലെ അല്ലെങ്കിൽ വയലിൻ വിദ്വാന്മാരിലെ പരമഗുരു എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ശ്രീ നെടുമങ്ങാട് ശിവാനന്ദ സാർ. ഒരുപാട് കാലമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇങ്ങനെയുള്ള മഹാഗുരുക്കന്മാരെ നമ്മൾ ഇരുന്ന് സംസാരിച്ച് അവരുടെ ഒരു ജീവിതാനുഭവം എല്ലാവർക്കും പകർന്നു കൊടുക്കണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പകർന്നു കൊടുക്കണമെന്ന് മാത്രമല്ല, അത് ഡോക്യുമെൻ്റ് ചെയ്യണം പ്രോപ്പറായിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇന്നേതായാലും അതിനുള്ളൊരു വളരെ അസുലഭമായിട്ടുള്ളൊരു ഭാഗ്യമാണ് വന്നു ചേർന്നിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ശ്രീ നെടുമങ്ങാട് ശിവാനന്ദ സാറിനെയും അദ്ദേഹത്തിൻ്റെ പത്നിയെയും സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം സാർ, എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, സാറ് അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് ഇന്നിപ്പോൾ കേരളത്തിൽ ഇന്ന് നമ്മൾ ഏതൊരു സാധാരണ വയലിനിസ്റ്റോടും ചോദിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഗുരു ഇന്നാളാണെന്ന് പറയും. അവരുടെ ഗുരുവിനെ കുറിച്ച് ചോദിക്കുമ്പം ഒരു ഗുരുവിൻ്റെ പേര് പറഞ്ഞാൽ പോലും അടുത്ത ഗുരു ഒരു പരമഗുരുവായിട്ട് സാറിൻ്റെ പേര് എപ്പോഴും പറഞ്ഞു കേൾക്കും. അപ്പോൾ സാറിന് ഇതിൽ ശരിക്കും എത്ര വർഷത്തൊരു അനുഭവ പരിചയമുണ്ടെന്ന് സാറ് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അറിയേണ്ടതാണ് ശരിക്കും നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക്, എന്നാലും ചില പരിമിതികളുണ്ടല്ലോ നമുക്ക്. എൻ്റെ സംഗീത ജീവിതത്തിൽ ഏകദേശം എൻ്റെ ബോധ്യം ശരിയാണെങ്കിൽ 75 വർഷത്തിന് മേൽ ഈ ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപൂർവം പേർക്ക് മാത്രമേ ആ ഒരു ഭാഗ്യം ഉണ്ടാകും, സംശയമില്ല സാർ. ഞാൻ പിന്നെ 12ാമത്തെ വയസ്സിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടൊരു പരിപാടിക്ക് വായിച്ചത്. പരിപാടി എന്ന് പറഞ്ഞാൽ കച്ചേരിയല്ല, അരങ്ങേറ്റമായിട്ടാണോ? അരങ്ങേറ്റം നടത്തിയിട്ടില്ല, ഇല്ല, ഇതുവരെയും ഇല്ല. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ വായിച്ചത് ഒരു കഥാപ്രസംഗത്തിനാണ്. അന്ന് ഹരികഥയായിരുന്നു ഉണ്ടായിരുന്നത്. ശരി. അന്ന് പ്രശസ്തനായ ഒരു ഹരികഥ വിദ്വാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പാടുന്ന മുഴുവൻ ക്ലാസിക്കലാണ്. അന്ന് ഭക്തി സമ്പ്രദായങ്ങളാണ് ഹരികഥയിൽ നടന്നുകൊണ്ടിരുന്നത്. ഹരികഥയാണ്. അനന്തകൃഷ്ണ ഭാഗവതർ എന്ന് പറഞ്ഞ് വളരെ പ്രസിദ്ധനായിട്ട് ഭാഗവതരൻ അദ്ദേഹം കച്ചേരി പാടുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി, എൻ്റെ അച്ഛനുമായിട്ട് വലിയ ലോഹ്യമായിരുന്നു. അപ്പം ഞാൻ അന്ന് നെടുമങ്ങാട്ട് തന്നെ, എൻ്റെ നാട് നെടുമങ്ങാടാണ്. നെടുമങ്ങാട്ട് താമസിക്കുന്ന കാലത്ത് 12-13 വയസ്സാകുമ്പോൾ ഞാൻ വയലിൻ വായിച്ചു വരുന്നു. അക്കാലത്ത് നെടുമങ്ങാട് അമ്പലത്തിൽ ഒരു പരിപാടിക്കുമായിട്ട് ഈ അനന്തകൃഷ്ണ ഭാവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനുമായിട്ട് കണ്ടപ്പോൾ പറയാം, മകൻ വയലിൻ വായിക്കുന്നത്, എങ്കിൽ അവനെ ഇന്ന് എൻ്റെ കൂടെ വായിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ വന്ന് എന്നോട് പറയും, എടാ നീ അനന്തകൃഷ്ണ ഭാവരുടെ കൂടെ ഇന്ന് വായിക്കണം. അപ്പം ഞാൻ പറയും, എന്താ എനിക്കൊന്നും അറിയാൻ മേല, നീ പോയി വായിക്ക്. ഹാർമോണിയം കൂടെ വായിക്കുമായിരുന്നു. ഹരികഥയ്ക്ക് ഹാർമോണിയം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പിന്നെ പിച്ച വായിക്കുന്ന ആയതുകൊണ്ട് അദ്ദേഹം ഹാർമോണിയം ഉണ്ടായിരുന്നു മെയിനായിട്ട്. പിന്നെ ഞാനും കൂടെ ഇരുന്ന് വായിച്ചു. എന്ത് വായിച്ചു എന്ന് എനിക്ക് ഇന്നും ഓർമ്മയൊന്നുമില്ല. ഒരുപാട് കാലമായി, 75-76 വർഷം കഴിഞ്ഞു. അന്ന് എനിക്ക് 1 രൂപ അദ്ദേഹം തന്നു. അതാണ് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ വയലിനിൽ നിന്ന് കിട്ടിയ സമ്പാദ്യം എന്ന് എനിക്ക് പറയാം. ശരിക്കും സാർ, എനിക്കിപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഈ പാരമ്പര്യത്തിനുണ്ടല്ലോ, അതിപ്പം കലകൾക്ക് ഏതിനായി കഴിഞ്ഞാലും അല്ലെങ്കിൽ വൈദ്യ പാരമ്പര്യമാണെങ്കിൽ പോലും ഈ പാരമ്പര്യത്തിനൊരു വലിയ ശക്തിയുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരാളൊരു പുതിയതായിട്ട് ഒരു പാരമ്പര്യം ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നതും നേരെ മറിച്ച് ഒരു വലിയ പാരമ്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രവാഹത്തിൻ്റെ ശക്തിയും പിന്നീട് ഉണ്ടാകുന്ന വളർച്ചയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ സാറിന് എങ്ങനെയാണ് ശരിക്കും സംഗീത പാരമ്പര്യം? എനിക്ക് പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു വലിയ പാരമ്പര്യം തന്നെയാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. എൻ്റെ അച്ഛൻ ഒരു സംഗീത വിദ്വാനായിരുന്നു. അന്ന് വായ്പാട്ടാണോ അതോ? വായ്പാട്ടാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ അയ്യാച്ചി ഭാവൻ എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തൊരു അന്ന് ഒരു മഹാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പാടുകയും ചെയ്യും, വയലിൻ വായിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ പാട്ടും വയലിനും അഭ്യസിച്ചു. പക്ഷെ വയലിൻ പുറത്ത് ഒന്ന് വായിക്കത്തക്ക ഒരു വിദ്വത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. എന്നെ പഠിപ്പിച്ചു. പിന്നെ അച്ഛൻ്റെ അച്ഛൻ, അവരുടെ പിന്നെ പിതാവ് എല്ലാം, അവരുടെ സഹോദരിമാരെല്ലാം നല്ല ഗായകരായിരുന്നു എന്ന് ഞാൻ അത് പറഞ്ഞു കേട്ടിട്ടാണ്. പക്ഷേ എൻ്റെ അച്ഛൻ്റെ സഹോദരിമാർ പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛനും പാട്ടുകാരനാണ്. ഇനി എൻ്റെ മക്കളും ഇതേ പാരമ്പര്യം തുടർന്ന് വരികയാണ്. ഇതാണ് എൻ്റെ പാരമ്പര്യത്തിൻ്റെ ഒരു പ്രത്യേകത. സാറ് പഠിച്ചു തുടങ്ങിയത് ആരെടുത്തപ്പം? അച്ഛൻ്റെ അടുത്ത് തന്നെ. വായ്പാട്ടായിരുന്നു വയലിനായിരുന്നു? വായ്പാട്ടും രണ്ടും വായ്പാട്ടും വയലിനും അച്ഛൻ തന്നെയാണ് പഠിപ്പിച്ചത്. ശരി. വായ്പാട്ടും വയലിനും വീണയും അഭ്യസിച്ചിരുന്നു ഞാൻ കുറേശ്ശെ. പക്ഷേ എൻ്റെ ചേട്ടൻ നന്നായിട്ട് വീണ വായിച്ചിരുന്നു.
അദ്ദേഹം ഇന്നില്ല. അപ്പോൾ അദ്ദേഹം നന്നായിട്ട് വായിച്ചിരുന്നു. അത് അച്ഛൻ പഠിപ്പിച്ചത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ആ പാരമ്പര്യം, ഞങ്ങൾ 8 മക്കളാണ്, അവരെല്ലാം കലാ കൊണ്ട് കലാകാരന്മാരാണ് എന്ന് പറയാം. എൻ്റെ സിസ്റ്റേഴ്സും. പക്ഷെ അറിയാമായിരുന്നു, എനിക്കറിയില്ല. നെടുമങ്ങാട് വിജയലക്ഷ്മി ഇപ്പോഴും റേഡിയോ പാടുന്നുണ്ട്. അതൊക്കെ എൻ്റെ സഹോദരിമാർ, സഹോദരി രാജലക്ഷ്മി, അവർ സഹോദരിമാരാണ്. ഇതെങ്ങനെ പിന്നീട് ഈ വയലിനിലേക്ക് തന്നെ ഒരു പ്രധാനമായിട്ട് വരാൻ കാരണം എന്താണ്? അതായത് ഇത് കാരണം വീണയും പാട്ടും ഉണ്ടെന്ന് പറയുമ്പം ഇത് വയലിനിലേക്ക് തന്നെ ഒരു ശ്രദ്ധ കൊടുക്കാനുള്ള കാരണം എന്താ? കാര്യം അച്ഛന് വയലിന് അറിയാം. മൂത്ത ചേട്ടനെ വീണ പഠിപ്പിച്ചു. അപ്പോൾ എന്നെ സ്വാഭാവികമായിട്ടും വയലിനാണ് പഠിപ്പിക്കേണ്ടത്. എൻ്റെ അനിയനെ മൃദംഗം പഠിപ്പിച്ചിരുന്നു. അച്ഛനല്ല കേട്ടോ, അത് വേറെ മൃദംഗം. അപ്പോൾ എന്നെ വയലിൻ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മ്യൂസിക് കോളേജിൽ തന്നെ ചേർത്തു. അവിടെ 1950 ഓ, ചെമ്മൻകുടി സ്വാമിയൊക്കെ ഉണ്ടോ ആ സമയത്ത്? അദ്ദേഹമാണ് പ്രിൻസിപ്പൽ. ഓ, അതെ, വലിയ കാലം. അതെ, അദ്ദേഹമാണ് പ്രിൻസിപ്പൽ. പ്രധാനപ്പെട്ട പിന്നെ CS കൃഷിയർ സാറ്, KR കുമാരസ്വാമി സാറ്, KV നാരായണൻ സാർ, അതൊക്കെ കേശവ ഭാവർ സാറ്, അരിയർ സാറ്, TV നെല്ലായി കൃഷ്ണകുമാർ സാറ്, ഇവരൊക്കെ മഹാവിദ്വാൻമാരായ ഗുരുക്കന്മാരായ എനിക്ക് കിട്ടിയത്. അതാണ് എൻ്റെ വലിയ ഭാഗ്യത്തിലൊന്ന്. അപ്പോൾ പിന്നെ അവരുടെ കീഴിൽ അപ്പോൾ KS നാരായണസ്വാമി സാറ് വീണ. അന്ന് സബ് വീണ മാത്രമേ ഉള്ളൂ. അത് ശരി. അന്ന് ഗാനഭൂഷണമാണോ? ഗാനഭൂഷണം. അതെ, വിദ്വാൻ ആയിട്ടില്ല. ഞാൻ പാസ്സായി പോകുന്നതിന് ശേഷമാണ് വിദ്വാൻ തുടങ്ങിയത്. ശരി ശരി. അപ്പോൾ ഗാനഭൂഷണമേ ഉള്ളൂ. അതിന് വീണ പഠിപ്പിച്ചിരുന്നത് നാരായണസ്വാമി സാറും അദ്ദേഹത്തിൻ്റെ കൂടെ KK ശിവരാമൻ സാറും. അവരാണ് എന്നെ വീണ പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ ബാലകൃഷ്ണൻ പോറ്റി, പ്രൊഫസർ, പാലക്കാട് മ്യൂസിക് കോളേജിലെ പ്രൊഫസർ ബാലകൃഷ്ണൻ പോറ്റി, പിന്നെ ഇപ്പോഴും ഒരു ടോപ്പ് ഒരു വീണ വിദൂഷിയുണ്ട്, രുക്മിണി. രുക്മിണി. ഞങ്ങളെല്ലാം ഒന്നിച്ച് ഒരേ ക്ലാസ്സിൽ തന്നെ പഠിച്ചവരാണ്. അതെ അതെ അതെ, എന്നെ എപ്പോഴും വിളിക്കാറൊക്കെ. അതെ, ഞങ്ങൾ ആ പാരമ്പര്യമാണ് വീണയിൽ ഞാൻ കൈകാര്യം ചെയ്യേണ്ടത്. പക്ഷെ അപ്പോഴും വയലിൻ ഞാൻ വിട്ടിരുന്നില്ല. അന്നും KS നാരായണസ്വാമി സാർ മാത്രമേ ഉള്ളൂ ഈ പഠിപ്പിക്കാൻ സാറിന് കോളേജിൽ? ശിവരാമൻ സാറും രണ്ടുപേരേ ഉള്ളൂ. ഞാൻ പോയി ചോദിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ട്. അവർ രണ്ടുപേരേ ഉണ്ടായിരുന്നുള്ളൂ. അവർ രണ്ടുപേരും കാര്യമായിട്ട് ആത്മാർത്ഥമായിട്ട് പഠിപ്പിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇന്ന് വളരെ ശോഷിച്ചു വരുന്ന ഒരു സ്വഭാവവിശേഷമാണ് പഠിപ്പിക്കുന്നവർക്ക് ആത്മാർത്ഥത കുറവ്. കാശിന് വേണ്ടി മാത്രം ആകരുത് എന്ന് വിശ്വസിക്കുന്നതിനാണ് ഞാൻ. സർ, ഈ സാറൊക്കെ ഈ പഠിച്ചിരുന്ന ആ കാലത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പഴയ കാലങ്ങളിൽ ഈ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് ആവുന്ന സമയത്ത് അതിന് സ്വരങ്ങൾ ആദ്യം പഠിപ്പിക്കും, പാടിയോ പറഞ്ഞോ പഠിപ്പിക്കും. പിന്നീട് അതിന് സാഹിത്യം വരുന്ന സമയത്ത് അതിന് വേറെ തന്നെ ഒരു ട്രെയിനിങ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടോ? ഇന്നും അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം ഒരു. അത് കാരണം പറയുന്നത് ക്ഷമിക്കണം, ഇന്ന് പഠിപ്പിക്കുന്നവർക്ക് ക്ഷമിക്കാനില്ല സർ, കാരണം സാറൊക്കെയാണത് പറയേണ്ടത്, കാരണം സാറിനാണത് പറയാൻ അധികാരമുള്ളത്. ഇന്ന് ഞാൻ കണ്ടുവരുന്നത് പല കലാകാരന്മാരും പഠിപ്പിക്കുമ്പോൾ സാഹിത്യത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാറില്ല ഇപ്പോഴത്തെ. പക്ഷെ അന്ന് അങ്ങനെയല്ല. വർണ്ണം വരെ പഠിപ്പിക്കുമ്പോൾ സ്വരവും സാഹിത്യവും പ്രത്യേകം പഠിപ്പിക്കുകയാണ്. സ്വരം പഠിപ്പിക്കൂ, പിന്നെ അതിൽ സാഹിത്യം ചേർക്കുകയാണ്. എന്നിട്ട് ചേർത്ത് പിന്നെ അങ്ങനെ പാടാവൂ എന്നാണ്. അത് ഈ സാഹിത്യത്തിന്റെ സ്വരസ്ഥാനങ്ങൾ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അതോ ഗമകങ്ങൾ ഈ സാഹിത്യത്തിനനുസരിച്ച് വരാൻ വേണ്ടി? ഗമകം മാത്രമല്ല, സാഹിത്യം സ്വരത്തിൽ ശുദ്ധമായിട്ട് കിട്ടണം, കേൾക്കാൻ വേണ്ടി. അങ്ങനെയും കൂടെ ഉണ്ട്. അത് പാട്ട് കേൾക്കുന്ന പോലെ തന്നെ ഒരാൾക്ക് അത് തോന്നിക്കണം. അതെ, പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾ കേട്ടാൽ അത് നല്ല ശുദ്ധമായ ഒരു കീർത്തനമായിട്ട് തോന്നണം, അല്ല വർണ്ണമായിട്ട് തോന്നണം. പക്ഷേ കീർത്തനം തുടങ്ങിയാൽ പിന്നെ സ്വരത്തിന് പ്രാധാന്യമില്ല. സ്വരത്തിന് പ്രാധാന്യം കുറവാണ്. പിന്നെ പറഞ്ഞു തരും, എന്തെങ്കിലും പിന്നെ അപാകത ഉണ്ടെങ്കിൽ സാർമാർ പറഞ്ഞു തരും. അപ്പോഴേക്ക് സ്വരത്തിലൊരു ഒഴുക്ക് വന്നിട്ടുണ്ടാവും പഠിക്കുന്ന ആൾ. അതെ, കാരണം വിവരമുള്ള സാറുമാരാണ്, ആത്മാർത്ഥമുള്ള അധ്യാപകരാണ്. അപ്പോൾ അവരിൽ നിന്ന് നല്ലതേ കിട്ടുള്ളൂ, അത് അങ്ങനെ ശാസ്ത്രീയമായിട്ടേ വരുള്ളൂ. ഒരു കാരണവശാലും കീർത്തനം എന്ന് പറയുന്നത് കീർത്തനമാണ്. നമ്മളെ ദൈവത്തിനെ സ്തുതിക്കുന്ന പാട്ടുകളാണ് നമ്മൾ ആചാര്യന്മാരുണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ ഗുരു പറയാറുണ്ട്, പിന്നെ വയലിൻ ഗുരു പറയാറുണ്ട്, പിന്നെ നമ്മൾ ഭജനയാണ് നമ്മൾ പാടുന്നത് കീർത്തനത്തിലും. ആ ഭജന അത് പിന്നെ ഭജനയായിട്ട് പാടിയ ഭജനയാണ്, കീർത്തനമായിട്ട് പാടിയ കീർത്തനമാണ്. കാരണം സാഹിത്യമൊക്കെ ഏകദേശം വലിയ വ്യത്യാസമില്ല. പക്ഷെ അതിനെ ആഭാസമായിട്ട് കളയരുത്. അപ്പം ദൈവത്തിനെ നിഷേധിക്കും പോലെയാണത്. അതുകൊണ്ട് സാഹിത്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണം എന്ന് എൻ്റെ ഗുരുനാഥന്മാർ പറഞ്ഞു തരാറുണ്ട്.
അപ്പോൾ ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഇന്നിപ്പോൾ ഇപ്പോൾ സാറും പഠിപ്പിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോൾ സാറ് പഠിപ്പിക്കുമ്പോൾ അങ്ങനെ പഠിപ്പിക്കാൻ സാറിന് പറ്റാറുണ്ടോ? ശിഷ്യന്മാർ അതിനനുസരിച്ച് ഒരുക്കമുണ്ടോ? അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ഇന്നത്തെ ആക്കിയേ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ പഠിപ്പിക്കൂ, അത് നിർബന്ധമുണ്ട്. എൻ്റെ അടുത്ത തലമുറ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ശിഷ്യന്മാർ. പിന്നെ ഞാൻ അവർ പഠിപ്പിക്കുന്നത് കേട്ടിട്ടില്ല. അത്രയേ ഉള്ളൂ. സാർ ഈ ഇപ്പോൾ കോളേജ് ചേർന്നു പറഞ്ഞല്ലേ, അപ്പോൾ കോളേജിൽ നിന്ന് നമ്മൾ പുറത്ത് വരികയാണെങ്കിൽ ഈ സംഗീത കോളേജിൽ ചേർന്നതിന് ശേഷം സാർ ഇൻഡിവിജ്വലായിട്ട് ഈ കച്ചേരികളൊക്കെ വായിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തുടങ്ങി എങ്ങനെയാണ് പിന്നെ ഉണ്ടായത്? ആ സമയത്ത് തുടങ്ങിയിട്ടില്ല. ആ സമയത്ത് ഇൻഡിവിജ്വലായിട്ട് എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പാടുമ്പോൾ ഞാൻ വായിക്കാറുണ്ട്. പക്കമേളം തന്നെ, പക്കമേളം അത്രയേ ഉള്ളൂ. അവരെന്നെ കൂട്ടിക്കൊണ്ട് പോകും, വായിക്കും, വീട്ടിൽ കൊണ്ടാക്കും. ആ ഒരു അത്രേ. പിന്നെ ഞാൻ മ്യൂസിക് കോളേജിൽ ഒരു കച്ചേരിക്ക് വായിച്ചു. ഞാൻ പഠിക്കുന്ന കാലത്ത് ആ അധ്യാപകരെല്ലാം കൂടെ പറഞ്ഞ് അത് കച്ചേരിക്ക് വായിക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉപേക്ഷിക്കാൻ നിവൃത്തിയില്ലാതെ അങ്ങനെ അതിനും ഞാൻ വായിച്ചില്ല. ആ സമയത്തല്ല ഇവർ സാറിന് ഇപ്പം നമ്മളിപ്പം അതായത് ഈ ഒരു വയലിനിസ്റ്റ് ഒരു വയലിൻ പക്കമേളം വായിക്കുമ്പം ചില ധർമ്മങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പം ഇന്ന് ഇത്ര വായിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരാൾ രാഗം പാടിയാൽ ഇത്രയേ വായിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഒരാൾ ഒരു രാഗം പാടുന്ന ഒരു മിനിറ്റ്, ഒരു 4 മിനിറ്റ് രാഗം വായിക്കുക. വയലിനിസ്റ്റ് എന്ന് പറയുന്ന സിസ്റ്റം അല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സിസ്റ്റംസ് എങ്ങനെയൊക്കെ വേണം എന്നൊരു പദ്ധതി സാറിന് പറഞ്ഞു തന്നിട്ടുണ്ടോ ഈ ഗുരുക്കന്മാർ ആ സമയത്ത്? ഉണ്ട്. അത് എൻ്റെ വയലിൻ ഗുരു പ്രത്യേകിച്ച് പഠിപ്പിച്ചിരിക്കുന്ന കാര്യം, അദ്ദേഹം പ്രവർത്തിക്കുന്ന കാര്യം അതാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേര് വിരുദനഗർ ഗണപതിയാപിള്ള, രാജമാണിക്യംപിള്ള സാറിൻ്റെ രാജമാണിക്യംപിള്ളയുടെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാൾ. അദ്ദേഹമാണ് അന്ന് AER സ്റ്റാഫായിരുന്നു. നല്ലൊരു വഴി കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഭാഗ്യമല്ലല്ലോ. നല്ല ക്ലീൻ വഴിയാണ് എനിക്ക് സാറിൽ നിന്ന് കിട്ടിയത്. ഇത് നിർബന്ധമാണ്. പിന്നെ ഈ സാഹിത്യത്തിൻ്റെ പ്രാധാന്യം, ശുദ്ധത, ഇതെല്ലാം. അപ്പോൾ സാഹിത്യം സ്വരത്തിൽ, ഉദ്ദേശിക്കുന്ന സ്വരത്തിൽ തന്നെ ആയിരിക്കണം സാഹിത്യമെന്ന് വളരെയധികം നിർബന്ധമുണ്ടായിരുന്നു എൻ്റെ ഗുരു. അപ്പോൾ അങ്ങനെ തന്നെ എന്നെ പഠിപ്പിച്ചുള്ളൂ, അങ്ങനെ തന്നെ ഞാൻ പഠിച്ചിട്ടുള്ളൂ, ഞാൻ പഠിപ്പിക്കുന്നു അങ്ങനെ തന്നെ. ഇപ്പോൾ ആ സമയത്തൊക്കെ നമ്മളിപ്പോൾ ഒരു വയലിൻ നമ്മളിപ്പോൾ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ നിരവല വായിക്കാൻ പ്രത്യേകം പഠിപ്പിക്കുക, സ്വരം വായിക്കാൻ പ്രത്യേകം പഠിപ്പിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അതോ ഒരു സാറ് കുറച്ച് കഴിയുമ്പോൾ തനിയെ തന്നെ വന്ന് ചേർന്നാണോ ഇത്തരം? കുറേയൊക്കെ നമ്മുടെ സർവീസ് നമ്മുടെ ഇത് സ്വയം വരും. നമ്മളെ അറിയാമല്ലോ, 4 വിധങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആചാര്യ പാദത്തെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ പ്രാക്ടീസ് എന്ന് പറയുന്നത് സർവീസ്, നമ്മുടെ പരിപാടിക്ക് വായിച്ചുണ്ടാകുന്ന അനുഭവം അത് വളരെ വലുത്. എത്രത്തോളം നമ്മൾ സ്റ്റേജ് പ്രാക്ടീസ് അതെ, ഓരോരാൾ പാടുമ്പോൾ ഇങ്ങനെ നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കാറില്ലല്ലോ പഠിക്കുന്നവർ. ഇപ്പം അതല്ല, അത് കേൾവിക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു ആ കാലത്ത്. ഞാനൊക്കെ 20 കിലോമീറ്റർ ഞാൻ നടന്നു പോയി ഒരു കച്ചേരി കേൾക്കാൻ. കാരണം എന്താ വെച്ചാൽ നെടുമങ്ങാട്ട് കച്ചേരി ഇല്ല, അന്നുള്ളത് തിരുവനന്തപുരത്താണ്. അതിന് ദൂരം 20 കിലോമീറ്റർ 21 കിലോമീറ്റർ അങ്ങോട്ട് ബസ്സിന് പോയിട്ട് രാത്രി കച്ചേരി കഴിഞ്ഞിട്ട് നടന്ന് വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ അച്ഛനെ കൊണ്ടുപോകും. കച്ചേരി കേൾക്കാനാണെന്ന് ആലോചിക്കണം. അതാണ്, കേൾക്കാൻ മാത്രം ഈസിയാണ്, യൂട്യൂബിൽ ഞാനും എൻ്റെ പ്രസംഗത്തിൽ പിള്ളേരോട് പറയാറുണ്ട്, ഒരു വിരൽ തുമ്പിൽ നമ്മുടെ ലോകത്തിലെ ആരുടെ കച്ചേരി കിട്ടുന്നുണ്ട്. അന്ന് അതല്ലല്ലോ. അതാ ഒരു കച്ചേരി കേൾക്കാൻ ഇത്രയും അനുഭവിച്ച ഞാൻ അന്നത്തെ കാലത്ത്. സാമ്പത്തികമായിട്ട് വലിയ ഇതുള്ള ആളല്ല എൻ്റെ അച്ഛനെങ്കിലും ഇതിനൊക്കെ അച്ഛന് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു, എന്നെ കൊണ്ട് സംഗീതം കേൾപ്പിക്കുക. അന്ന് നമ്മുടെ PK സുബ്ബയ്യ എന്നും പറഞ്ഞ് തിരുവനന്തപുരം കരമന ഒരു വലിയൊരു റേഷൻ വ്യാപാരിയുണ്ട്. അദ്ദേഹം എല്ലാ നവരാത്രിയും 9 ദിവസവും സൂപ്പർ കച്ചേരികൾ നടത്തിയിരുന്നു. അപ്പോൾ രാജമുടിക്കുമ്പോൾ സാറൊക്കെ ഒന്ന് വായിക്കുവാന്ന്, അതോടെ എനിക്ക് പരിചയമൊന്നുമില്ലായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ അത് കേൾക്കാനാണ് എന്നെ കൂടുതൽ കൊണ്ടുപോകാറ്. അങ്ങനെ കേൾവി ജ്ഞാനം വളരെ പ്രധാനമാണ് ഈ സംഗീതത്തിൽ. അത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് ഒരു വയലിൻ എന്ന് പറയുമ്പോൾ ആ ആള് പാടുന്നതിന് എങ്ങനെ അക്കമ്പനി ചെയ്യണം, തോന്നിയ പോലെ കയറി വായിക്കാൻ പാടില്ല. എൻ്റെ ഗുരുവിൻ്റെ പ്രധാന അഡ്വൈസ് എന്ന് പറയുന്നത് 5 മിനിറ്റ് പാടിയാൽ മാക്സിമം 2-2.5-3 മിനിറ്റിനുള്ളിൽ രാഗം നമ്മൾ വായിക്കാൻ പാടില്ല. അതുപോലെ സ്വരവും അതുപോലെ തന്നെ ലിമിറ്റായിരിക്കണം, എല്ലാം ലിമിറ്റ്. സാറിൻ്റെ വായന ഞാൻ കേട്ടാൽ അങ്ങനെ തോന്നും, എല്ലാം ലിമിറ്റായിട്ട് അദ്ദേഹം ചെയ്യാറ്. നമ്മളോടും പറയും, ഓവറായിട്ട് നീ വായിക്കാൻ പാടില്ല ഒരിക്കലും. ഇപ്പം തിരുമേനി പറഞ്ഞ പോലെ 3 മിനിറ്റ് പാടിയാൽ 5 മിനിറ്റ് വായിക്കാൻ ഒരിക്കലും സാർ അനുവദിക്കാറില്ല. അതാണ് അന്നത്തെ പഴയ പരിഷ്കാരം ചിട്ട, അത് തന്നെ. സാർ അതുപോലെ ഇപ്പം നമ്മളിപ്പോൾ ഈ പഴയ കാലങ്ങളിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ഗുരുവിൻ്റെ അടുത്ത് പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സംഗീതത്തെ തന്നെ ശ്രദ്ധിക്കുക,
മറ്റുള്ളവരുടെ സംഗീതത്തിൽ ശ്രദ്ധിക്കാതിരിക്കുക. കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു ചിട്ടയെങ്കിലും കൃത്യമായിട്ട് ഉറച്ചതിന് ശേഷം മറ്റുള്ളവരോട് പോകാന്നുള്ള ഒരു രീതിയായിരിക്കും. പക്ഷേ ഇന്ന് വന്നപ്പോഴേക്കും നമുക്ക് ആക്സസിബിലിറ്റി, അതായത് ആരുടെ വേണം കേൾക്കാനുള്ള സൗകര്യങ്ങളായി നമുക്കിപ്പം. അപ്പോൾ ഈ എല്ലാം കേട്ടിട്ട് ഒരു കൺഫ്യൂഷൻ ആവുകയാണോ ഇന്നത്തെ കാലത്ത് ചെയ്യുന്നത് സാറിൻ്റെ അഭിപ്രായത്തിൽ? അതോ ഒരു ശൈലി രൂപീകരിക്കാൻ എങ്ങനെയാണ് ഒരു ശിഷ്യൻ ചെയ്യേണ്ടത്? ശൈലി രൂപീകരിക്കണമെന്ന് പഠിക്കുന്ന കുട്ടിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മിക്കവാറും ഒരു നല്ല ഗുരുവിനെ തിരഞ്ഞെടുക്കുക എന്നൊരു വലിയ കാര്യമാണ്, ഒരു ഭാഗ്യമാണ്, വലിയ ഭാഗ്യമാണ്. നല്ല ഗുരുവിനെ കിട്ടുക എന്ന് പറയുന്നത് സർവ്വപ്രധാനമായ ഒരു കാര്യമാണ്. അപ്പോൾ ആ ഗുരുവിൻ്റെ നല്ല ഭാഗങ്ങൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ പാട്ടിൽ നിന്ന് നമ്മൾ ആവാഹിച്ചെടുക്കുക. അത് നമ്മുടെ ജോലിയാണ്. അത് വളർത്തുക. ഇപ്പോൾ പലരും എൻ്റെ ശിഷ്യർ തന്നെ ഈ റെക്കോർഡ് കേട്ടിട്ട്, സിനിമ പാട്ടോ അല്ലെങ്കിൽ മറ്റേ പാട്ടുകൾ കേട്ടിട്ട് അവർ വായിച്ചിട്ട് എന്നോടൊന്ന് പറയും, സാർ ഇന്ന പാട്ട് ഞാൻ പഠിച്ചു സാറ്. ഞാൻ പറഞ്ഞു, നല്ല കാര്യം, സ്വയം പഠിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ നീ പഠിച്ചാൽ അത് കൊള്ളാവുന്നുള്ള സംഗീത വിദ്വാന്മാരെ കേൾപ്പിച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ അത് മാറ്റി വേണം നീ പ്രവർത്തിക്കാൻ. അല്ല ഞാൻ പഠിച്ചത് ശരിയാണ് എന്നും പറഞ്ഞ് നീ ചെയ്യാൻ പാടില്ല. കാരണം അത്രയ്ക്ക് അറിവ് നിനക്കായിട്ടില്ല. എല്ലാവരും പറയുന്നുള്ളൂ, നിങ്ങൾ സ്വയം കൂടെ പഠിച്ചോളൂ, സ്വയം പഠിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു ഗുരുവിൻ്റെ മാത്രം കാലം മാറിയില്ലേ? അതെ, അപ്പോൾ നിങ്ങൾ പഠിച്ചോളൂ. പക്ഷേ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അത് അപാകം തീരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനൊക്കെ പല പാട്ടുകളും കേട്ട് പലരുടെയും ഇത് പഠിക്കാനുള്ള ഒരു മോഹം തോന്നുമല്ലോ കേൾക്കുന്ന സമയത്ത്. അതാണ് ഇപ്പോൾ നടന്നു വരുന്നത്. സാർ എങ്ങനെയാണ് ഇതിന് ശേഷം നമ്മൾ പറഞ്ഞതിന് ശേഷം സാർ ഒരു പക്കമേളം ശരിക്കും ഒരു വേദികളിൽ വായിക്കാൻ തുടങ്ങുന്ന ഒരു കാലം എങ്ങനെയാണ്? ആ ഒരു കാലം, ആ ഒരു അനുഭവങ്ങൾ എങ്ങനെയാണ്? അതായത് എനിക്ക് 55 വർഷം, 1955 എനിക്ക് ഗവൺമെൻറ് സാറിന് 20 വയസ്സ് മറ്റേ ഉള്ളൂ ആ സമയത്ത്? 19 വയസ്സ് കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ. 20 തികഞ്ഞതിന് മുൻപാണ് എനിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടുന്നത്. വീട്ടിൽ നിന്ന് ആദ്യം മാറി താമസിക്കുന്നത്. ജോലി കിട്ടിയോ ആ സമയത്ത്? സ്കൂളിൽ, അത് ചേർത്തലയായിരുന്നു. നെടുമങ്ങാട്ടുനിന്ന് എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ചേർത്തല. അങ്ങനെയാണ് ചേർത്തല വരാനും. ഇപ്പം അവിടെയാണല്ലോ? ഇപ്പം അവിടെയാണ്, ഞാൻ ചേർത്തലയാണ് ഇപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇപ്പോൾ അതും കഴിഞ്ഞ് ഞാൻ പാലക്കാടാണ്, അത് വേറെ. അപ്പോൾ ആ ചേർത്തലയ്ക്ക് വരുന്ന കാലത്ത് ചേർത്തലയുടെ സ്ഥിതി, ആലപ്പുഴ അല്ലെങ്കിൽ ചേർത്തല, എറണാകുളം, തൃപ്പൂണിത്തുറ, വൈക്കം, ഇവിടെയൊക്കെ അനവധി കച്ചേരി നടക്കാറുണ്ട്. കാരണം ഒരുപാട് അമ്പലങ്ങളുണ്ട്. ഈ അമ്പലങ്ങളിൽ സാധാരണ ലെവലിൽ വേറെ അധികം പരിപാടികൾ വയ്ക്കാറില്ല. ഒരു ഹരികഥ അല്ലെങ്കിൽ ഒരു കച്ചേരി കമ്പൽസറി ആയി. അതിന് വയലിൻ ഇല്ല ആൾ വായിക്കാൻ. നമ്മുടെ കളർകോട് മഹാദേവ സ്വാമി കൃഷ്ണൻ, ആ 1-2 അക്കാലത്ത് പൊതുവെ കുറവാണ് കേരളത്തിൽ. ഇല്ല, ഈ എറണാകുളം ഭാഗത്ത് തൃപ്പൂണിത്തുറയൊക്കെ കോയമ്പത്തൂരിൽ വന്നുകൊണ്ടിരുന്നു ആ കാലത്ത്. അപ്പോൾ ഒരു വയലിനൊരു ആവശ്യമായിട്ട് തീർന്നു കലാകാരന്മാർ. ഹാർമോണി വെച്ചൊക്കെ അന്ന് കച്ചേരി നടത്തിയിരുന്നത്, കാരണം വയലിനില്ല. ആ സമയത്താണ് ഞാനിവിടെ വരുന്നത്. പിന്നെ എനിക്ക് ശരിക്കും പ്രോഗ്രാമായിരുന്നു. ഒരു കൊയ്ത്തെന്ന് പറയുന്നത് സത്യമായിരുന്നു. ഒരു വർഷത്തിൽ 100-400 കച്ചേരിക്കൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ കച്ചേരി അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ കച്ചേരി തുടങ്ങാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ പഠിച്ചിരുന്നിട്ട് ഒറ്റക്കിരുന്ന് വായിച്ചുകൊണ്ട് മാത്രം അതിൽ വെറൈറ്റീസ് ഒരിക്കലും വരില്ല. വെറൈറ്റി ഇത് ഓരോരുത്തരുടെ പാട്ട് കേട്ട് അത് നമ്മൾ മനസ്സിലാക്കണം, അവരുടെ ശൈലിയിലേക്ക് ചെല്ലാൻ പറ്റും. അതെ. അപ്പോൾ അങ്ങനെ വന്ന് ഞാൻ പിന്നെ അതിനിടയ്ക്ക് ഗവൺമെൻറ് ജോലിയുണ്ട്, അതിനിടയ്ക്ക് വേണം പോകാൻ. അപ്പോൾ രാത്രി പകലും ഉറക്കമില്ല, കാരണം രാത്രി പരിപാടി, പകൽ സ്കൂള്. പിന്നെ നീണ്ട പിന്നെ ദൂരെയൊക്കെ ആണെങ്കിൽ അവധിയെടുക്കുക ആണ്, അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞില്ലേ പല വിദ്വാന്മാർക്കും വായിക്കുമല്ലോ. അതെ. അപ്പോൾ നമുക്ക് ഈ പല വിദ്വാന്മാർക്ക് വായിക്കുന്ന സമയത്ത് അവരുടെ പലതരം ബാണികൾ, പലതരം സ്വരപ്രയോഗങ്ങൾ, രാഗപ്രയോഗങ്ങൾ, ഇതെല്ലാം നമുക്ക് എത്രത്തോളം ഒരു ഗുണം ചെയ്യും ഒരു പക്കമേളക്കാരനെ സംബന്ധിച്ചിടത്തോളം? പിന്നീട് ഒരു പക്ഷേ ഒരു സോളോ ആർട്ടിസ്റ്റായിട്ട് വളരാൻ എത്രത്തോളം ഒരു ഗുണം ചെയ്യും? അത് ചില നല്ല അംശങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കണം. ഒരു പരിപാടിക്ക് പോകുമ്പോൾ എൻ്റെ അച്ഛൻ ഇത് പറയാറുണ്ട്, നീ നല്ലതും ചീത്തയും ഒന്ന് നോക്കരുത്. കച്ചേരി നല്ല കച്ചേരിയാണെങ്കിൽ നിനക്ക് അതൊന്ന്
10ൽ 9% നിനക്ക് കിട്ടാൻ നല്ലത് കിട്ടും. മോശമാണെങ്കിൽ 10ൽ 1% നിനക്ക് കിട്ടിയിരിക്കും. അപ്പോൾ രണ്ടും കേൾക്കണം, നഷ്ടമൊന്നുമില്ലല്ലോ. അപ്പോൾ രണ്ടും കേട്ടെങ്കിലേ രണ്ടും താരതമ്യപ്പെടുത്തിയിട്ട് നമ്മൾ നല്ലത് സ്വീകരിക്കുക. ഇപ്പൊ പാടുന്ന അത് തന്നെ നമുക്ക് വായിക്കാൻ പറ്റില്ല എങ്കിൽ ഏകദേശം സ്വരം ചെറുതായിട്ടൊക്കെ പാടുമ്പോഴെല്ലാം നമ്മൾ അത് തന്നെ അനുകരിക്കാൻ ശ്രമിക്കുക. അതൊക്കെയാണ് നമ്മൾ ഒരു വയലിനിസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ചില അപൂർവമായിട്ട് ഈ പറഞ്ഞ പോലെ 1 മിനിറ്റ് വായിച്ചാൽ പാടിയത് 10 മിനിറ്റ് വായിക്കുന്ന അത് അവരുടെ സ്വഭാവം, നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. സാർ, നമുക്ക് ഇന്നത്തെ ഒരു കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പല സ്കൂളുകളും സംഗീത അധ്യാപകരുണ്ടെങ്കിലും അവർക്ക് നമ്മൾ എന്താണോ പഠിച്ചത്, മ്യൂസിക് കോളേജിൽ നമ്മൾ പഠിക്കുന്ന കർണാടക സംഗീതമാണല്ലോ പഠിക്കുന്നത്, അത് അവിടെ പ്രയോഗിക്കാനോ പഠിപ്പിക്കാനോ ഉള്ളൊരു അവസരം കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ സാറിൻ്റെ ആ ജോയിൻ ചെയ്യുന്ന സമയത്തും ആ ഒരു കാലത്തും എങ്ങനെയായിരുന്നു ഈ സ്കൂളുകളിൽ സംഗീതം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ മാതിരി തന്നെ ആയിരുന്നോ, അതോ ഈ ക്ലാസിക്കലൊക്കെ പഠിപ്പിക്കാനും അല്ലെങ്കിൽ അങ്ങനത്തെ അവസരം ഉണ്ടായിരുന്നോ? അതായത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു കരിക്കുലത്തിൽ ഒരു മ്യൂസിക്കുള്ള ഒരു സ്കൂളിൽ ഒരു റൂമും ഒരു ഹാർമോണിയവും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കും. അക്കാലത്ത് സെപ്പറേറ്റ് റൂം വേണം. പാട്ടിന് മറ്റു കുട്ടികളുടെ കൂടെ ഇരുന്ന് പാടിയേ പറ്റില്ല. പാട്ട് സമയത്ത് ആ റൂമിൽ എല്ലാവരും കൂടുക, ശ്രുതി ഇട്ട് പഠിപ്പിക്കുക. ഈ പാട്ടിൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ മാത്രം പറ്റില്ല, അങ്ങനെയല്ല. അപ്പൊ കുറെ പേര് ഒഴിഞ്ഞു പോകും. എല്ലാവരും അവിടുത്തെ ഇരുത്തും. കുറെ പേര് പാടും, കുറെ പേര് അന്ന് പിന്നെ ക്ലാസിക്കല് ഈ ഇൻസ്ട്രക്ഷൻ എല്ലാം ക്ലാസിക്കൽ ചോദിക്കും. പഠിപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മള് ചെറിയ ബാലപാഠങ്ങള്, ഭജന, അതെ, അതൊക്കെ നമ്മള് സ്വരജതികള് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. അതിൽ കൂടുതൽ പോകാൻ പറ്റില്ല. ഇപ്പോൾ പിന്നെ 4ാം ക്ലാസ്സോ 5ാം ക്ലാസ്സോ പാസ്സാകുന്ന ഒരു കുട്ടിക്ക് കച്ചേരിക്ക് പാടാൻ പറ്റില്ല. പഠിപ്പിക്കുക അത്രയും. സാറ് ഇപ്പം ഈ ഒരു കച്ചേരി ഫീൽഡിലേക്ക് പക്കം വായിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് മഹത്തായിട്ടുള്ള മഹാന്മാരായിട്ടുള്ള ആൾക്കാർക്ക് വായിച്ചിരുന്നത് എനിക്കറിയാം. അപ്പം അതിൽ ചില പേരുകൾ സാറിന് ഓർമ്മയുള്ള ചില ആൾക്കാരെ എല്ലാവരും പറയാൻ നമുക്ക് പറ്റണമെന്നില്ല. അപ്പോൾ സാറിന് അത്രയധികം മനസ്സിൽ ഓർത്തിരിക്കുന്ന പേരുകളും അവരുടെ ഒരു അനുഭവങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ ഓർമ്മയിൽ ദക്ഷിണാമൂർത്തി സ്വാമി, പിന്നെ യേശുദാസിന് കുറച്ച് നാൾ ഞാൻ തന്നെ വായിച്ചിരുന്നു ചെറുപ്പകാലങ്ങളിലെല്ലാം. പിന്നെ നെയ്യാറ്റിൻകര വാസുദേവൻ, പിന്നെ മദ്രാസിൽ നിന്ന് വി രാമചന്ദ്രൻ, പിന്നെ സുധാ രഘുനാഥ്, ബോംബെ സിസ്റ്റേഴ്സ്, ഞാൻ വായിച്ചിരുന്നു. രാമലക്ഷ്മണന്മാർ, വി രാമചന്ദ്രൻ, OS ത്യാഗരാജൻ, പിന്നെ ഇവിടെ തന്നെ പിന്നെ ഓമനക്കുട്ടി ടീച്ചർ, അരുന്ധതി ടീച്ചർ, അങ്ങനെയുള്ള മിക്കവാറുമുള്ള എല്ലാവർക്കും അന്ന് വായിച്ചിരുന്നു. ആ ഒരു കാലത്തെ പാട്ടിൻ്റെ ഒരു പ്രസൻറ്റേഷനിൽ അല്ലെങ്കിൽ ഒരു കച്ചേരി പദ്ധതിയിലും ഇന്നുമായിട്ട് വന്നിരിക്കുന്ന ചില മാറ്റങ്ങൾ സാറിന് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഇന്ന് അതുപോലെ വിസ്തരിച്ച് പാടാറില്ല എന്നുള്ളത് പരമപ്രധാനമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു. മനോധർമ്മം കീർത്തനങ്ങളൊക്കെ അതും ഒരു ലിമിറ്റിൽ കവിഞ്ഞ് വരുന്നില്ല. പക്ഷെ മനോധർമ്മം വളരെ ചുരുക്കി, ആലാപനമൊക്കെ ഒരു ലിമിറ്റിൽ കവിഞ്ഞ് വരുന്നില്ല. മറ്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒരു സംഗീത കച്ചേരി 6 മണിക്കൂർ 7 മണിക്കൂർ. പഴയ കാലങ്ങളിൽ ഒരു രാഗം തന്നെ എത്രയോ നേരം 8 മണിക്കൂറൊക്കെ പാടുന്ന കേട്ടിട്ടുണ്ട്. അതെ, ഇന്ന് അങ്ങനെ പാടിയാൽ കേൾക്കാൻ ആൾ ഇരിക്കില്ല എന്നുള്ള സത്യമാണ്. പക്ഷെ എങ്കിലും അതിനുള്ള പ്രാപ്തിയും വളരെ കുറവാണ്. ഇപ്പം നെയ്യാറ്റിൻകര വാസുവിൻ്റെ ഒരു പുള്ളിക്കാരുടെ ഒരു രീതി എല്ലാ അളവിൽ മാത്രം പാടുക, ലിമിറ്റായിരിക്കണം രാഗവും, ലിമിറ്റായിരിക്കും നാളെയും കേൾക്കണം എന്നൊരാഗ്രഹത്തിൽ നിർത്തണം. ഒന്ന് ബാക്കി വെച്ചിട്ടല്ലേ? അതെ, രാഗവും സ്വരവും എല്ലാം പാടുന്നത് ലിമിറ്റായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു കാര്യവും കൂടെ അതാണ്. അത് ഉള്ളത് ക്ലീൻ ആയിരിക്കുകയും ചെയ്യണം. അതാണ്. അതുപോലെ സാർ, ആ ഒരു കാലത്ത് ഇപ്പം എനിക്കൊന്ന് സാറിൻ്റെയൊക്കെ ആ ഒരു പഴയ കാലത്ത് പല രീതിയിലുള്ള കൃതികൾ, ഇപ്പോൾ സംസ്കൃത കൃതികൾ, ദീക്ഷിത കൃതികളാണെങ്കിലും ശ്യാമശാസ്ത്രി ആണെങ്കിലും പലതും ഉണ്ടായിട്ടുണ്ടാകും. ഇപ്പോൾ എനിക്കൊരു അനുഭവം എന്താ വെച്ചാൽ 1911 കൊച്ചിയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പാഠപുസ്തകമുണ്ട്, സംഗീതത്തിൻ്റെ പാഠപുസ്തകമുണ്ട്. എൻ്റെ കയ്യിൽ ആ പുസ്തകമുണ്ട്, പ്രിൻറ്റഡ് ബുക്കാണ്, സംഗീത ശാരദാ തിലകം എന്ന് പറഞ്ഞിട്ടൊരു ബുക്കാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് ഒരാളും പാടാത്ത ഒരുപാട് കീർത്തനങ്ങൾ, തെലുങ്ക് കീർത്തനങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും ഇപ്പോൾ നമ്മൾ കേൾക്കുന്നേ ഇല്ല. അപ്പോൾ കേരളത്തിൽ പോലും പഴയ കാലങ്ങളിൽ പോലും അങ്ങനെ ഒരുപാട് ഇന്ന് അപൂർവമായിട്ട് ഒരുപാട് കീർത്തനങ്ങൾ ഉണ്ടായിരുന്നു പറയുമ്പോൾ ഒരു അത്ഭുതം തന്നെ തോന്നുന്നത്.
അപ്പോൾ സാറിന് ഈ ഇന്നത്തെ ഇന്ന് കച്ചേരിയിൽ ഉൾപ്പെടുത്തുന്ന പ്രത്യേകിച്ചും കേരളത്തിൽ ഇങ്ങനെ ഇതിന് നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കും അത്തരം ഒരു സംഗീത പദ്ധതി? ഇത്രയധികം ഈ പാഠങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ട് പഠിപ്പിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത് സ്കൂളിൽ തന്നെ. അതിൽ 4ാം ക്ലാസ് വരെ ഇന്ന പാഠപുസ്തകം സംഗീത, അത് കഴിഞ്ഞിട്ട് വേറൊരു പുസ്തകം പറയുന്നുണ്ട്, 4 വോളിയം പറയുന്നുണ്ട്. ഈ 4 വോളിയത്തിലും പാഠങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ അന്ന് അത്രയധികം വലിയൊരു പദ്ധതി ഇവിടെ ഉണ്ടായിരുന്നല്ലോ മനസ്സിലാക്കുന്നത് നമ്മൾ, പ്രത്യേകിച്ച് കൊച്ചിയിലെങ്കിലും. കൊച്ചിയിൽ നിന്നാണ് ആ പുസ്തകം വന്നിട്ടുള്ളത്. അപ്പോൾ അത് പിന്നീട് എങ്ങനെ അത് നഷ്ടപ്പെട്ടു പോയി ആ ഒരു പദ്ധതി ഇത്രയും ഒരു പ്രാധാന്യം? അതിന് പ്രധാന ഒരു കാര്യം കുറച്ച് പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റ് വരെയും ഗവൺമെൻറ് നമ്മൾ കുറ്റപ്പെടുത്തിയേ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഒരു സ്കൂളിലും ഒരു ശ്രുതി ബോക്സോ അല്ലെങ്കിൽ ഒരു ഹാളോ ഇതിന് തയ്യാറില്ല. കാരണം ഹാള് ഈ സ്കൂളുകളിൽ നിന്നൊക്കെ കുട്ടികൾ കൂടുതലായത് കാരണം ഒക്കെ ചേർന്നൊക്കെ ഇരിക്കുന്നു. അവിടെ റൂം എങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പറ്റാത്ത അവസ്ഥ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ പിന്നെ ആ പിള്ളേരുടെ ഇടയ്ക്കിരുന്ന് നമ്മൾ സാപ്പാസാ എന്ന് പാടിയാൽ അടുത്ത ക്ലാസ്സുകാരോട് എൻ്റെ പൊന്നു സാറേ ഒന്ന് നിർത്ത് സാറേ എന്ന് പറയുന്ന ഒരു ഗതികേടാണ് ഇന്ന് വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പിന്നെ ഈ പോസ്റ്റിംഗ് നിർത്തി കളഞ്ഞല്ലോ. മ്യൂസിക് ടീച്ചറിൻ്റെ പോസ്റ്റിംഗ് നിർത്തി, റൂമൊക്കെ കാലിയാണ്. ഇപ്പോൾ എൻ്റെ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് റൂംസ് വെറുതെ കിടക്കുക. എത്ര വേണമെങ്കിലും സംഗീതം പഠിപ്പിക്കാം, പക്ഷേ ടീച്ചറില്ല, അതിനുള്ള സാഹചര്യമില്ല. അങ്ങനെയൊക്കെയാണ് അത് ദ്രവിച്ച് പോയത്. അല്ലെങ്കിൽ വളർന്നു വരേണ്ട കാര്യമാണിത്. അതെ, കാരണം ഒരുപാട് യൂത്ത് ഫെസ്റ്റിവൽ, സംഗീത കച്ചേരി കേൾക്കാനുള്ള സാഹചര്യം ഇതെല്ലാം ഇന്നുണ്ട്. പക്ഷേ അപ്പോഴത്തേക്ക് ഗവൺമെൻറ് തന്നെ അതിന് വേണ്ടുന്ന ഒരു കാര്യവും ചെയ്യാണ്ട് അതങ്ങോട്ട് നശിച്ചു പോയിക്കൊണ്ടിരിക്കും. പിന്നെ വർഷം തോറും യൂത്ത് ഫെസ്റ്റിവൽ നടത്തും, അതുമാത്രം അവർ ചെയ്യുന്നുണ്ട്. വേറെ സംഗീതത്തിന് വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. സാറിന് ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ബാണി എന്ന് പറയുമല്ലോ, കർണാടക സംഗീതത്തിൽ പലതരം ബാണികൾ, പ്രത്യേകിച്ച് വോക്കലാണ്. ഇപ്പോൾ നമുക്ക് ചെമ്മൻകുടി ബാണി കേൾക്കാം, നമുക്ക് അരിയക്കുടി ബാണി, ഇങ്ങനെ നിറയെ ബാണികൾ കേൾക്കാം. അപ്പം അതുപോലെ തന്നെ ഈ ഇൻസ്ട്രുമെൻ്റൽ സംഗീതത്തിലാണെങ്കിലും പലതരം ബാണികൾ, ഒരു പാണി എന്നൊക്കെ ചിലർ പറയുന്നതാക്കാം, കൈ കൊണ്ടുള്ളതായതുകൊണ്ട് പാണി എന്ന് പറഞ്ഞാക്കാം. അപ്പം അങ്ങനെയുള്ള ബാണികളിൽ ഈ വയലിൻ എടുത്ത് കഴിഞ്ഞാൽ സാറിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ബാണി അങ്ങനെ പറയാൻ പറ്റുമോ, പ്രത്യേകിച്ച് പഴയ കാലത്തൊക്കെ ഉള്ളത്? ഞാൻ പ്രധാനമായിട്ട് എൻ്റെ ഗുരുവിൻ്റെ ബാണി ആണ് ഞാൻ കുംഭകോണം ആ വഴി. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു ബാണി എന്ന് പറയുന്നത് ലാൽഗുഡി ജയറാമിൻ്റെ. കാരണം ശുദ്ധ സംഗീതം അതിൽ നിന്ന് കേൾക്കാം, വൃത്തി അല്ലേ സാർ, തൃപ്തിയാണ്, ലിമിറ്റേഷൻ, സ്വരം വായിക്കാനുള്ള പ്രത്യേകത, കൊച്ചു കണക്കുകൾ, അത് അസാധ്യ ഒരു സിദ്ധിയാണ് അദ്ദേഹത്തിന്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളും വർണ്ണങ്ങളും തില്ലേനകളൊക്കെ കമ്പോസർ കൂടിയാണല്ലോ. അതെ 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 MS ഗോപാലകൃഷ്ണൻ വേറൊരു രീതിയാണ്. അത് അത്രമാത്രം നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ആ ഹിന്ദുസ്ഥാനി എല്ലാം ഉണ്ട്, പലതും ഉണ്ട്. കൃഷ്ണൻ കൊള്ളാം, VB സുബ്രഹ്മണ്യം, ചന്ദ്രശേഖർ, അവരെയൊക്കെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ എന്നോട് ചോദിച്ചു, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അതെ 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 നമുക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാവില്ല തീർച്ചയായിട്ടും. എൻ്റെ ശിഷ്യരും പലരും അത് അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ബാണി ഇഷ്ടപ്പെടുന്നു, അത് അനുകരിക്കുന്നു. ഈ ഇപ്പോൾ കുംഭകോണം രാജമാണിക്യംപിള്ളയുടെ അവരുടെ ബാണി സാറ് പറഞ്ഞല്ലോ, അപ്പോൾ അതിൽ സാറ് നിരീക്ഷിച്ചിട്ടുള്ള ചില നല്ല ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, പ്രത്യേകതകൾ ഓർമ്മയുണ്ട്? അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് സ്വരം വായനയുടെ ഒരു സ്റ്റൈല് ഏറ്റവും വളരെ പ്രാഗൽഭ്യമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ സ്വരം വായനയുടെ പ്രത്യേകത വളരെ വലുതാണ്. അത് സാധാരണ ഒരു കലാകാരന്മാർക്ക് കിട്ടിയിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അത് എനിക്ക് വളരെ, അതുപോലെ രാഗത്തിന് ഭാവം കൊടുക്കുന്നതിൽ അദ്ദേഹം വളരെ പ്രസിദ്ധമാണ്. രാഗം ഒരു കീർത്തനത്തിൻ്റെ ഒരു അംശം തുടങ്ങിയാൽ ഇത് ഇന്ന രാഗമാണെന്നും അത് ഇന്ന കീർത്തനത്തിൻ്റെ ആണെന്ന് പോലും പറയാൻ പറ്റും. ചെമ്മക്കുടി സ്വാമിയും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മളോട് ഉപദേശിക്കാറുണ്ട്. അതായത് ഒരു പാട്ട് ഇപ്പോൾ പിന്നെ ഏതാവുന്നറ കല്യാണി കീർത്തനം പാടുന്നു, അത് 1 മിനിറ്റ് രാഗം പാടിയാൽ പോരാ. അപ്പോൾ ഏത് കൃതിയാണോ പാടുന്നത് അതാണ് ആ ഒരു ധർമ്മം അല്ലെ, ഒരു പദ്ധതി എന്ന് പറയുന്നത്. ആ പിന്നെ കീർത്തനത്തിനനുസരിച്ചായി അതിൻ്റെ ഗൗരവം ഇവിടെ ഉണ്ടാകണം. അപ്പോൾ ആ രാഗം കേട്ടാൽ അറിയണം ഇത്. അതുമാത്രം നല്ല ഭാഗങ്ങളൊക്കെ വരികയും ചെയ്യും ആ കീർത്തനത്തിലുള്ള കീർത്തനം. അപ്പോൾ ഏതാണ് കീർത്തനം പാടാൻ പോകുന്ന ഒരു ചെറിയൊരു മനസ്സിലാവുമല്ലോ, നമുക്ക് കേൾക്കുന്നവർക്ക് തോന്നും. അതാണ് അവരുടെയൊക്കെ ബാണിയുടെ, നമുക്ക് പ്രത്യേകിച്ച് രാജമണിക്കരുടെ ബാണി. എൻ്റെ ഗുരുവും അത് തന്നെ അനുകരിക്കുന്ന കൂട്ടത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല.
രാജമണിക്കമ്പിള്ള സാറിൻ്റെ നിന്ന് ഒരു വിധത്തിലും അദ്ദേഹം പറയും എത്ര പാട്ട് കേട്ടാലും എന്തെല്ലാം കേട്ടാലും അത് അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. പിന്നെ രാജമണിക്കമ്പിള്ള സാറിൻ്റെ കൂടെ ധാരാളം സോളോ വായിച്ചിരുന്നു, ഡിയോറ്റ് വായിച്ചിരുന്നു. ഇപ്പൊ റെക്കോർഡൊക്കെ ഒരുപാട് റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ ഉണ്ട്. അതേ ബാണി സ്വരവും എൻ്റെ ഗുരു അദ്ദേഹമായിട്ട് വായിക്കും. രാഗമൊക്കെ ലിമിറ്റായിട്ടേ വായിക്കും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പാടുന്നവൻ്റെ പകുതിയിൽ നിർത്തും കഴിവത്. അങ്ങനെയാണ്. ഈ സാർ തിരുവനന്തപുരത്ത് മ്യൂസിക് കോളേജിൽ പഠിക്കുന്ന സമയത്തല്ല ഈ നവരാത്രി മണ്ഡലത്തിലൊക്കെ ധാരാളം പോയി കേൾക്കാറൊക്കെ ഉണ്ടോ? അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ആ സമയത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് അനുഭവങ്ങളുണ്ടോ? അങ്ങനെ ഒരു അനുഭവം എന്ന് വെച്ചാൽ പിന്നെ പ്രത്യേകിച്ച് അനുഭവം വലിയ വലിയ മഹാമാരി വന്ന് പാടിയ കാലമല്ലേ അത്. എൻ്റെ അച്ഛന് എനിക്ക് അക്കാര്യത്തിൽ വളരെയധികം ബഹുമാനിച്ചേ പറ്റി. എല്ലാ ദിവസവും അപ്പം ഈ മ്യൂസിക് കോളേജിൽ പഠിക്കുന്നവർക്ക് നമുക്കൊരു പിന്നെ ഒരു ഇത് തരും, കാർഡ്. എഴുതി കൊണ്ടുപോകണമായിരിക്കും. അല്ലല്ല, അത് കാണിച്ചാലേ അകത്ത് കയറ്റി കൊടുക്കും. അത് ശരി. അത് അതിൻ്റെ നിയമമൊക്കെ അറിയാലോ, ഷർട്ട് ഇടാൻ പാടില്ല. അന്ന് സ്ത്രീകൾക്ക് ചാൻസ് ഇല്ല, ഉപപക്കമേളമില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് ഞാൻ പഠിച്ചിരുന്ന കാലത്ത്. അതെല്ലാം ഞാൻ കച്ചേരി കേൾക്കാൻ പോവുകയാണ് എല്ലാ ദിവസവും. അതൊരു ഭയങ്കര അനുഭവമാണ്. ആ അനുഭവം കിട്ടില്ല. ദിവ്യമായിട്ടുള്ളൊരു. അതെ, എല്ലാവരും മഹാഗുരുക്കന്മാർ തന്നെയാണ്. അരിയക്കുടി രാമജയങ്കർ സാറ്, കല്യാണകൃഷ്ണ ഭാഗവതര്, അങ്ങനെ ഇനി വന്നാൽ അതുപോലെ ഈ പക്കമേളക്കാരും അതിനനുസരിച്ച് വരുന്നവരും. അതൊക്കെ വലിയ അനുഭവങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ നവരാത്രി സംഗീതോത്സവത്തിന്റെ കാര്യം പറയുമ്പോഴാണ് സാർ, ഈ ചെമ്പൈ സംഗീതോത്സവത്തിൽ എനിക്ക് തോന്നുന്നു സാർ ഒത്തിരി വർഷമായില്ല. എത്ര വർഷമായിട്ടുണ്ടോ സാർ? 45 കഴിഞ്ഞു. അതെ, അവിടുത്തെ ഈ വയലിൻ സെക്ഷൻ മൊത്തം സാർ തന്നെ അല്ലേ? സാറും സാറിന്റെ ശിഷ്യഗണങ്ങളുമാണ് മിക്കവാറും വായിക്കുന്നത്. എത്ര 35 വർഷമായി? 45 വർഷമായി. അപ്പോൾ എന്താ ഈ ആദ്യകാലത്തെ അനുഭവങ്ങൾ? ശരിക്കും ഇത് തുടങ്ങുന്ന ആദ്യകാലം തന്നെ ഉണ്ടോ ശരിക്കും സംഗീതം? അല്ല, അതിലൊരു ഇത് വന്നത് ചെമ്പൈ സ്വാമിക്ക് ഈ ശബ്ദം അടഞ്ഞു പോയൊരു കഥയുണ്ട്. അത് ഭജന വിരുന്ന് വരുത്തിയെന്നാണ്, ഗുരുവായൂരപ്പൻ നൽകിയെന്നാണ് ശാസ്ത്രം, കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന് ശേഷം അദ്ദേഹം എന്തെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് കച്ചേരി ധാരാളം ഉണ്ടാവുമല്ലോ, അതിൽ കിട്ടുന്ന കാശല്ല അദ്ദേഹം ഈ ഉദയാസ്തമന പൂജ, ഗുരുവായൂരെ ഉദയാസ്തമന പൂജയ്ക്ക് നൽകാറുണ്ട്. എന്നിട്ട് അദ്ദേഹം പാടാറും ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെയാണ് ഈ അമ്പലത്തിന്റെ ഒരു മൂലയിലിരുന്ന് ഇത് പാടുന്ന. അതെന്ന് ഈ ഏകാദശി പക്കമേളം ആരെങ്കിലും ഒക്കെ, അദ്ദേഹത്തിന്റെ പക്കമേളം പ്രശ്നമല്ല, ആരെങ്കിലും ഒക്കെ കാണും. അങ്ങനെ അതെനിക്ക് ഓർമ്മയില്ല. സാർ എപ്പോഴാണ് തുടങ്ങിയത് ഇതിൽ വന്നത്? എപ്പോഴാണ്? ഞാനിപ്പോ 45 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ കാലത്താണ് ഞാൻ ഇത് തുടങ്ങിയ വർഷം ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഈ ചെമ്പൈ സംഗീത ഉത്സവം തുടങ്ങിയിട്ട് 50 വർഷമായി. ആദ്യം 1-2 വർഷം ഞാൻ പോയിരുന്നില്ല, ലീവ് എടുക്കണമല്ലോ സ്കൂളിലായതുകൊണ്ട്. പിന്നെ ഞാൻ പോയി തുടങ്ങിയപ്പോൾ അതിൽ കുഴൽമന്ന് രാമകൃഷ്ണൻ അറിയാമല്ലോ, അദ്ദേഹത്തിന്റെ പിതാവാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നു ദേവസ്വത്തിൽ നിന്ന്, സ്വാമി ഇതൊന്ന് നടത്തി തരണം. അദ്ദേഹത്തിന്റെ മകളെന്ന് രാധിക വയലിൻ വായിച്ചിരുന്നു. ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ രാധികയും വേറെ ആരെങ്കിലും ഒരാൾ അവിടുത്തെ ഒരു വയലിൻ വെച്ച് 5 ദിവസമായിരുന്നു ആദ്യം മരിച്ച്. പിന്നെ അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഇത് പറയുന്നത്. മരണശേഷം ഈ ചെമ്പൈ സംഗീത ഉത്സവം ഉണ്ടാകാൻ കാരണം ഈ ഏകാദശിയിൽ അദ്ദേഹം പാടിക്കൊണ്ടിരുന്ന അതിനെ തുടർച്ചയായിട്ട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. അത് ദേവസ്വം വിട്ടില്ല, അത് അങ്ങനെ തന്നെ തുടർന്നു. 5 ദിവസമായി, 7 ദിവസമായി. ആ പീരീഡിലൊക്കെ ഞാൻ എൻ്റെ കൂടെ അതിൽ പിന്നെ രാമകൃഷ്ണൻ്റെ അച്ഛൻ ഗോപാലകൃഷ്ണയ്യർ എനിക്ക് ലെറ്റർ അയച്ചിട്ട്, ശിവൻ സാറ് ആരെങ്കിലും ഒരു ശിഷ്യനെയും കൊണ്ടുവരണം. അന്ന് അത്രയേ ഉള്ളൂ. ആഹാരവും റൂമും ഉണ്ടാവും, അതേ ഉള്ളൂ. പക്ഷെ അതൊരു വലിയ ഭാഗ്യമല്ലേ സാർ? അതെ, ചെറിയൊരു കാര്യമല്ല അത്. 10 ദിവസമായി, അപ്പം ശിഷ്യന്മാരുടെ എണ്ണം കൂടി. പിന്നെ 12 ദിവസമായി, അപ്പം കുറച്ചുകൂടെ കൂടി. ഇപ്പൊ 15 ദിവസമായി. ഇപ്പൊ ഞാൻ 45 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതിനിടയ്ക്ക് മുടക്കമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ഒരു വർഷം അതും മുടങ്ങിയില്ല. ഒരു 2 ദിവസം എനിക്ക് പോകാൻ പറ്റിയില്ല. ശിഷ്യന്മാരുണ്ടാവും? ശിഷ്യന്മാർ ഇല്ല, ഞങ്ങൾ ആരും പോകാൻ പറ്റിയില്ല. അത് ചെറിയ ഒരു പ്രശ്നത്തിന്റെ പേരിലാണെന്ന് വെച്ചോളൂ. അപ്പൊ അങ്ങനെ ആ ഒരു വർഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ ദേവസ്വത്തിൽ നിന്ന് വിളിച്ചു, ശിവൻ സാറേ വരണം, ഇവിടെ ആകെ മോശമായിട്ട് വരുന്നു, വയലിനിസ്റ്റ് ആളില്ല. അപ്പോൾ ഞാനും 1-2 ശിഷ്യരുമായിട്ട് വന്നു.
ആ വർഷവും ബാക്കി ഞങ്ങൾ തുടർന്നു. പിന്നെ ഇന്ന് വരെ മുടങ്ങി. ഏതായാലും ഈ 15 ദിവസം ഈ രാവിലെ തുടങ്ങിയിട്ട് രാത്രി 12:30 1 മണി വരെയൊക്കെ പോകുന്ന പറഞ്ഞു നിൽക്കുന്നത്. അത്രയും സമയത്ത് വായിക്കാനുള്ള ശിഷ്യസമ്പത്ത് സാറിനുണ്ടെന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതായത് ഇപ്പം നമുക്ക് എത്ര ശിഷ്യന്മാരുണ്ടെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല അവിടെ. അപ്പം ആണ് ഇത്രയും ഈ ഒരു കാര്യം നിവർത്തിക്കാൻ തക്ക ശേഷിയുള്ള ഒരു ശിഷ്യസമ്പത്ത് സാറിനുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ വായിക്കുന്നതിൽ പിന്നെ ഒരാൾ ടോപ്പ് വയലിനിസ്റ്റ്, ബാക്കി 1-2 പേര് ഏക്കാരുണ്ട്, ഉണ്ട്. 1-2 പേരെ ഈ റേഡിയോയിൽ ഇല്ലാത്തേ ഉള്ളൂ. അത്രയും പ്രശസ്തരായ കലാകാരന്മാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഈ പിന്നെ വെളുപ്പിന് 6 മണി തുടങ്ങിയാൽ, മുമ്പ് 5 മണിയായിരുന്നു, ഇപ്പോൾ അത് 6 മണിയാക്കി. 6 മണിക്ക് തുടങ്ങിയാൽ ഒരു മിനിറ്റ് പോലും ബ്രേക്ക് ഇല്ലാണ്ട് രാത്രി ഇപ്രാവശ്യം 2 മണി 2:30 മണി വരെ ഈ കലാകാരന്മാർ, ഈ എൻ്റെ ശിക്ഷ എല്ലാവരും നമ്മുടെ പിള്ളേരാണ്. അവർക്ക് ഒരു മടിയില്ല. അവസാനത്തെ ആള് ഇരുന്നത് വരെ അത് ഇരുന്നത്. അതൊരു വലിയ കാര്യമാണ്. എനിക്ക് മേലാന്ന് പറഞ്ഞ് പോയാൽ പിന്നെ എനിക്ക് അങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ. അത് അങ്ങനെ ഒന്നുമില്ല. എനിക്ക് സാറിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. സാറിങ്ങോട്ട് വരണമെന്നുമില്ല. സാറ് പിന്നെ റൂമിൽ ഇരുന്നാൽ മതി. വല്ലപ്പോഴും കൊണ്ടൊന്ന് ഞങ്ങൾ ചെക്ക് ചെയ്യുക. അതൊക്കെ അത്രയും നല്ല സ്വഭാവമുള്ള ശിഷ്യന്മാരാണ്. അതാണ് ഇത് നടന്നു പോകുന്നത്. സാറിന് ഈ ഞാൻ നോക്കിയ സമയത്ത് അവാർഡുകളുടെ വലിയൊരു ഏകദേശം 10-40 അവാർഡ് ഉണ്ടോ സംശയമുണ്ട് സാറിന്. 80 മേലെ ഉണ്ടെന്ന്. അതെ. അപ്പോൾ അതിൽ നമുക്ക് എല്ലാ പേരും പറയാൻ പറ്റില്ലെങ്കിലും സാറിന് ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാ പുരസ്കാരങ്ങളും വിലയുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. എന്നാലും സാറിന് എടുത്തു പറയാൻ തോന്നുന്ന ചില അവാർഡുകൾ എന്തൊക്കെയാണ്? സംഗീത, പിന്നെ കേരള സംഗീത അക്കാദമി അവാർഡുണ്ട്. ബാലമുരളീകൃഷ്ണ മരിച്ചു കഴിഞ്ഞിട്ട് ഈ എനിക്ക് മുമ്പ് ഷാർജയിൽ നവരാത്രി മുഴുവൻ ഞാൻ നടത്തിക്കൊണ്ടിരുന്നു. നവരാത്രി പ്രഭുത എന്നെ വിളിക്കും. അപ്പോൾ 4-5 ദിവസം ഞാൻ 10 ദിവസവും ഞാൻ തന്നെ ആയിരിക്കും വയലിൻ വായിക്കും. അതിനടുത്ത് പിന്നെ വേറൊരു ആ സ്ഥലത്തിൻ്റെ പേര് അജ്മൽ. അജ്മലിൽ ഒരു വലിയ ഒരു ഹാള്, ഈ സംഗീതക്കാർ, അത് പിന്നെ അതിൻ്റെ പേര് പറഞ്ഞു, വലിയ ഇന്ത്യക്കാരാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ പേര് തൽക്കാലം ഞാൻ മറന്നു. അവർ പിന്നെ ഷാർജയിൽ വന്നിട്ട് എന്നെ ഒരു ദിവസം വിളിച്ചുകൊണ്ട് പോയി. അവിടെ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ഹാള് തീർന്നു വരുന്നു, ഇതിൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം, ഇനി പരിപാടി നടത്തുന്നത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ഞാൻ അതിൻ്റെ വേണ്ടുന്ന പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ, അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞു. പിന്നെ അടുത്ത വർഷം അവരെന്നെ വിളിച്ചു പറഞ്ഞു, സാർ ഹാള് റെഡി ആയിട്ടുണ്ട്, ഉദ്ഘാടനം വേണമുണ്ട്, അപ്പോൾ സാറിന് ഒരു അവാർഡ് തരാൻ ഉദ്ദേശിക്കുന്നു. ആ അവാർഡ് ബാലമുരളീകൃഷ്ണയുടെ പേരിൽ, അദ്ദേഹത്തിൻ്റെ പേരിനോടുകൂടി മേഘനാദം അവാർഡ് എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ ഒരു അവാർഡ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ മധുര ഗാന സുധ അങ്ങനെ ഒരെണ്ണമുണ്ട്. പിന്നെ പഴശ്ശി അവാർഡ്, അത് നല്ല മറ്റേ ഈ മൃദംഗ ശൈലേശ്വരി, അത് ലഭിച്ചിട്ടുണ്ട്. പിന്നെ വെള്ളിനേഴി സുബ്രഹ്മണ്യത്തിൻ്റെ അവിടെ മറ്റേ ഭാഗവതർ അവരുടെ ചെറിയച്ഛൻ്റെ, അതെ ചെറിയച്ഛൻ്റെ, അദ്ദേഹത്തിന് നല്ല പാട. അത് അങ്ങനെ കുറേ ഉണ്ടല്ലോ, ഒരുപാടുണ്ട്. സംഗീത കലാനിധി, സംഗീത ആചാര്യ, അത് മ്യൂസിക് അക്കാദമിയുടെ അല്ല, തിരുവനന്തപുരം കേരളത്തിലാണ്. അതെ അതെ, കോട്ടയം കേന്ദ്രീകരിച്ചാണ് സംഗീത കലാനിധി ലഭിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഓർക്കുന്നില്ല, കുഴപ്പമില്ല. അത് ഇപ്പോൾ 86 കഴിഞ്ഞിരിക്കുന്നു. ഞാൻ കണ്ടു, ലിസ്റ്റ് ഞാൻ കണ്ടു. അതെ അതെ. പിന്നെ സാറിനിപ്പം സാറിന് വലിയ പാരമ്പര്യം, പുറകോട്ട് പോകുന്ന സമയത്ത് സാറിന് വലിയ പാരമ്പര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതെ. അപ്പം ഇനി ഒരു വരുന്ന ജനറേഷനിൽ സാറിന് ആരൊക്കെയുണ്ട്? ഇപ്പം മകള് സിന്ധു ദിലീപ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ പ്രശസ്തയായിട്ടുള്ള കേരളത്തിലെ ഒരു വിദുഷിയാണ്. അതൊരു വലിയ ഭാഗ്യമാണ്. കാരണം സ്വന്തം മകളൊരു എന്താ പറയണ്ടേ, അവനവൻ ഉള്ള സമയത്ത് വലിയൊരു നിലയിൽ തന്നെ വരുന്നു എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അല്ലാതെ ആരൊക്കെയുണ്ട്? പിന്നെ മൂത്ത മകൻ സതീഷ് ബാബു, പിന്നെ ഒരു എന്നെക്കാളും സംഗീതത്തിൽ ആരാധിക്കുന്നവനും സംഗീതത്തിൽ അറിവുള്ള ആളുമാണ്. അതും ഭാഗ്യം തന്നെ. വളരെയധികം സംഗീതത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. എത്രയോ രാഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു CD-യിൽ, അയാളുടെ CD-യിൽ ചെയ്തിട്ട് അതൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ബാലമുരളീകൃഷ്ണ ആണ് വന്നിരുന്ന ഒരു ദിവസം തൃശ്ശൂർ വെച്ച് ഇത് കാസറ്റ് പിന്നെ കേൾക്കുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്.
പിന്നെ സംഗീതത്തിൽ അത് ഇപ്പോൾ 4-5 വാദ്യവും വായിക്കും. ഓ ശരി. വയലിൻ ഞാൻ കുറച്ച് പഠിച്ചിരുന്നു, പണ്ട് സൈനിക സ്കൂളിൽ പാസ്സായതാണ്. ഓ. അപ്പോൾ അന്ന് ശശികുമാർ അവിടെ വരുമായിരുന്നു അവിടെ പഠിപ്പിക്കാനായിട്ട്. പിന്നെ ശശി പഠിപ്പിച്ചിരുന്നു കുറേ നാൾ. പിന്നെ ശശി പോയപ്പോഴത്തേക്ക് അത് നിന്ന് പാസ്സായിട്ട് പോയതിന് ശേഷം ഗിറ്റാറ് വായിക്കും. ഇപ്പോൾ മൃദംഗം പഠിക്കുന്നുണ്ട് നമ്മുടെ അഞ്ചൽ കൃഷ്ണയ്യരുടെ. അങ്ങനെ ഫ്ലൂട്ട് വായിക്കും. നല്ല റേഡിയോയിൽ ഫ്ലൂട്ട്. അതെയോ? കേട്ടു. ഇതായിട്ടല്ല, അവരുടെ മീറ്റിങ്ങിനിടയ്ക്ക്. അങ്ങനെ പലതും. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒന്ന് മെയിനായിട്ട് പഠിച്ചാൽ നമുക്ക് വയലിനൊക്കെ വേറെ ആരെയും കേൾക്കാൻ ഞാൻ അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര അറിവാണ് സംഗീതത്തിനെ സംബന്ധിച്ച് അവനുള്ളത്. സാർ, ഈ നമ്മളിപ്പോൾ ഒരു കുറേ കാലം നമുക്ക് സാറിനൊക്കെ ആണെങ്കിൽ ഈ വായിച്ച് ഒരു പാകത വരിക എന്ന് പറയില്ലേ, ഒരു പക്വമായിട്ടുള്ള ഒരു ഫലം എന്നൊക്കെ നമ്മൾ പറയില്ലേ സാധാരണ. അപ്പോൾ അങ്ങനെ ഒരു എൻ്റെ ഗുരുനാഥനൊക്കെ പറയും ரொம்ப പഴുത്ത് നിൽക്കുന്നത് പറയും സാർ. ആ ഒരു പാകമായിട്ടുണ്ട്. അപ്പോൾ സാറൊക്കെ ഇത്രയും വായിച്ച് വരുമ്പോഴേക്കും സാറിന് ചില സ്വന്തമായിട്ടുള്ള ചില ബോയിങ് ടെക്നിക്സോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവില്ലേ? എങ്ങനെയാണ് സാറിൻ്റെ അനുഭവം അത്തരം കാര്യങ്ങളിൽ? അങ്ങനെ തോന്നിയിട്ടുണ്ട്? എനിക്ക് അങ്ങനെ വലുതായിട്ട് തോന്നിയിട്ടില്ല. അത് സാറ് വിനയം കൊണ്ട് പറയുന്നതാണോ അതോ? ഇനി അത് അങ്ങനെ ഉണ്ടോ എന്ന് പറയേണ്ടത് കേൾവിക്കാനാണ്. എനിക്കതുകൊണ്ട് എനിക്കറിയില്ല. അത് സത്യമാണ്. ഉണ്ടായിരിക്കും. എൻ്റെ ഈ പാരമ്പര്യത്തെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ മകൻ്റെ കാര്യം പറഞ്ഞു, മോളുടെ കാര്യം പറഞ്ഞു. രണ്ടാമത്തെ ഒരു മകനുണ്ട്, അവൻ സംഗീതം കൈകാര്യം ചെയ്തിട്ടില്ല, വേറെ ജോലിയാണ്. എൻ്റെ 2 സഹോദരിമാരും ഗാനം പാടുന്നവരെ, കച്ചേരി പാടുന്നവർ. വിജയലക്ഷ്മി ഞാൻ പറഞ്ഞു. അവർ 2 പേരുടെയും മക്കളും, ഒരാൾ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്, ഇതിന് വയലിൻ. ഇവരൊക്കെ വയലിൻ കച്ചേരി വായിക്കുന്നവർ, ധാരാളം കച്ചേരിക്ക് വായിക്കുന്നവരാണ്. സിന്ധുവിൻ്റെ മകനും അതുപോലെ തന്നെ ഉണ്ട് അല്ലേ? നന്നായിട്ട് വയലിൻ വായിക്കും. പക്ഷെ അവന് വേറെ ജോലി, അല്ലെങ്കിൽ അവനിപ്പോൾ വരുമായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് പിന്നെ ഇത് കൂടാമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ അവൻ്റെ ജോലി അവിടെ നിന്ന് പോരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങളെ പാരമ്പര്യ അച്ഛൻ്റെ മക്കൾ മാത്രമല്ല, ഞങ്ങളുടെ സഹോദരിമാർ എല്ലാവരും ഉണ്ട് അല്ലേ ഇതിൽ ഭാഗഭാക്കാണ് സംഗീതത്തിൻ്റെ കാര്യത്തിൽ. സാറിനോട് ഇനി ഒരു ചോദ്യം ചോദിച്ചാൽ, സാറിന് ബുദ്ധിമുട്ടിക്കലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം ഒരുപാട് ശിക്ഷണങ്ങൾ ഉണ്ട് സാറിന്. അത് നമുക്ക് ഒരുപക്ഷെ സാറിന് ഓർമ്മയുണ്ടോ എന്ന് തന്നെ പറയാൻ പറ്റില്ല, അത്ര എണ്ണം ഉണ്ടാകാൻ സാധ്യത എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്കതിൽ ചില ആൾക്കാരുടെ പ്രിയം, ചില ആൾക്കാരുടെ പ്രിയമില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും സാറിൻ്റെ ഒരു എന്താ പറയണ്ടേ, എനിക്ക് ഇന്ന രീതിയിലായാൽ കൊള്ളാം ശിഷ്യന്മാർ എന്ന് പറഞ്ഞ ഒരു നില എത്തിയിരിക്കുന്ന ശിഷ്യന്മാർ സാറിന് പേര് പറയാൻ പറ്റുമോ? അങ്ങനെ പേര് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാതിരിക്കും നല്ലത്. കാരണം അവർക്ക് ഒരു വിഷമം ആർക്കും തോന്നരുത്. അങ്ങനെ അതുകൊണ്ടല്ല. എന്നാലും പക്ഷേ ഈ ഞാൻ ഉദ്ദേശിക്കുന്ന പ്രിയത്തിൻ്റെ കാര്യമല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു നിലയിലേക്ക് എൻ്റെ ശിഷ്യന്മാർ എത്തിയെന്ന് ഒരു തോന്നൽ ഗുരുനാഥൻ ഉണ്ടാവുമല്ലോ. ഉണ്ടാവും, തീർച്ചയായും. അങ്ങനെ കുറേ ശിഷ്യന്മാർ എനിക്ക് കൂടുതലും എനിക്ക് അഭിമാനം ഉണ്ടാക്കി തരുന്ന ശിഷ്യന്മാർ, എന്നെ ബഹുമാനിക്കുന്ന, എല്ലാവരും ബഹുമാനിക്കുന്നത് അത് വേറെ കാര്യം. പക്ഷെ എനിക്ക് വളരെയധികം പ്രതീക്ഷയുള്ള ഒന്ന് നമ്മുടെ തിരുവഴ ശിവാനന്ദൻ, അറിയാമോ? പിന്നെ തിരുവഴ വിജു എസ് ആനന്ദൻ, അദ്ദേഹത്തിൻ്റെ മകൻ. അദ്ദേഹത്തിൻ്റെ മകൻ ആണ്. പുള്ളി ടോപ്പായി കഴിഞ്ഞിരിക്കുന്നു, മറ്റേ ആണ്. പിന്നെ ബിന്ദു കൃഷ്ണനായി ബിന്ദു കൃഷ്ണനായി ഉണ്ട്. അവരൊക്കെ ഇപ്പോൾ കേരളത്തിൽ കച്ചേരി ധാരാളം വായിക്കുന്നവർ. ഞാൻ ഈ പറയാൻ കാര്യം, പിന്നെ സിന്ധു എൻ്റെ മകള് അതുപോലെ വരുന്നുണ്ട് തീർച്ചയായിട്ടും. പിന്നെ എടപ്പള്ളി അജിത്ത് കുമാർ, ഇവരൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ചുരുക്കത്തിൽ ഇപ്പൊ കേരളത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു നെക്സ്റ്റ് ജനറേഷനിലെ ഒരുപാട് വിദ്വാന്മാരുണ്ട്. അത്രയും വിദ്വാന്മാർ കേരളത്തിൽ വേറെ ആർക്കും ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. അതെ, തീർച്ചയായിട്ടും ഇല്ല സാർ, തീർച്ചയായിട്ടും ഇല്ല. അതും എൻ്റെ ഒരു ഭാഗ്യം. അതെ, തീർച്ചയായിട്ടും. സാർ, ഈ ചില സിനിമകളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്തെങ്കിലും? ഉണ്ട്, അതിനും ഒരു ഭാഗ്യം ഉണ്ടായി. അതായത് ഈ സിനിമയുടെ പേര് ആനന്ദഭൈരവി. ആ ഒരു ചിത്രം എടുത്തപ്പോഴത്തേക്ക് അതില് മുഴുവൻ സംഗീതമാണ്. അതെ, ജയരാജ് സാറിന്റെ സിനിമ. അതെ. ആ സംഗീതത്തിന് വയലിൻ വായിക്കാൻ എന്നെ ക്ഷണിച്ചിരുന്നു. അത് പക്ഷേ പിന്നെ റെക്കോർഡിങ് നേരത്തെ നടത്തിയിട്ടുണ്ട്, മദ്രാസിൽ റെക്കോർഡിങ് നടത്തി. അതിന് വയലിൻ വേറെ ആരോ വായിച്ചിട്ട് എനിക്കറിയില്ല. പക്ഷെ അത് തന്നെ ഈ സിനിമയിൽ വരുമ്പോൾ അത് അതേപോലെ കാണിക്കണം. പഞ്ചരത്തിന് കീർത്തനം വായിക്കുന്നു, അറിയാൻ മേലത്തിരുന്ന നമുക്ക് കണ്ടാൽ അറിയാമല്ലോ. ഇത് നമ്മൾ അത് തന്നെ നമ്മൾ വായിച്ചു, എല്ലാ പാട്ടുകളും അത് തന്നെ. പക്ഷെ പിന്നെ ആരോ വായിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാം. അതിനെ എന്നാൽ അത് അങ്ങനെ തന്നെ അതിന് വേണ്ടിയിട്ട്
ഞാൻ അതിൽ ഫുൾ അതിൽ ഞാൻ വായിച്ചു. അതൊരു നല്ല അനുഭവമാണ്. 8 ദിവസം ഫുൾ റെക്കോർഡിങ് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. സാറിൻ്റെ സങ്കല്പത്തിൽ ഒരു നല്ല ശിഷ്യനായിരിക്കാൻ ഒരാൾ, ഇപ്പോൾ സാർ ഒരു ശിഷ്യനായിട്ട് വരിക എന്ന് വിചാരിച്ചോളൂ സാറിൻ്റെ അടുത്തേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാൾക്ക് ഇന്ന യോഗ്യതകൾ ഉണ്ടായിരിക്കണം സാറിന് ഒരു മനസ്സിൽ സങ്കല്പം ഉണ്ടാവില്ലേ? അപ്പോൾ ഒരു ഉത്തമനായിട്ടുള്ളൊരു ശിഷ്യൻ ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ ഇത്ര വലിയൊരു പരമഗുരുവിനോട് ചോദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്താണ് സങ്കല്പം? ഒരു ശിഷ്യന് വേണ്ടുന്നത്, ഒന്നാമത് ഒരു കുട്ടി എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നാൽ ഞാൻ ആ കുട്ടിയോട് ഒരു ചോദ്യം ചോദിക്കും. പഠിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, രക്ഷകർത്താക്കളും ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു അതല്ല, പ്രധാനമായിട്ടൊരു കാര്യം തന്നോട് ചോദിക്കാനുണ്ട്. പഠിക്കാൻ സമയമുണ്ട്, പ്രാക്ടീസ് ചെയ്യാൻ സമയമുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പോൾ ഉണ്ട്. എപ്പോഴാണ്? ഞാൻ എൻ്റെ ശിഷ്യന്മാരോട് പലരോടും പറയുന്ന ഒരു കാര്യം, ആ കീർത്തനം എന്താ പ്രാക്ടീസ് ചെയ്യാതെ സാർ സമയം കിട്ടിയില്ല സാർ എന്ന് പറയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥി പഠിക്കാൻ വന്നാൽ അയാളുടെ എല്ലാ ദിവസവും വായിക്കാനായിട്ട് ഒരു ടൈം ഫിക്സ് ചെയ്ത് വയ്ക്കണം. ഒരു ദിവസം ഏതെങ്കിലും തനിക്ക് ഏത് സമയമാണെങ്കിലും കുഴപ്പമില്ല. പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂർ. 1 മണിക്കൂർ വായിക്കുന്നതിന് എവിടെയാണോ തനിക്ക് സൗകര്യം, പഠിത്തമെല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ അതിന് മുമ്പോ, രാവിലെ, ഏറ്റവും നല്ല രാവിലെ വെളുപ്പിനാണ്. 4 മണിക്ക് എണീറ്റാൽ എല്ലാവർക്കും സമയം ഉണ്ടാവും. ഈ മദ്രാസിൽ നിന്ന് വരുന്ന വലിയ വലിയ കലാകാരന്മാരെല്ലാം ഡിഗ്രിക്കാരും അതെ, അവരും ഇങ്ങനെ പാടുകയും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്, ജോലിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സമയമില്ല എന്ന് പറയുന്നതിൽ അർത്ഥം പറ്റില്ല. അപ്പോൾ 1 മണിക്കൂർ, അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ അത് സമയം ഉണ്ടായെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവും. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം, എൻ്റെ മനസ്സിൽ എന്നെ പോലെ ആയിരിക്കണം. വേറൊന്നുമില്ല. മദ്യം ഞാൻ തൊട്ടിട്ടില്ല, ബീഡി സിഗരറ്റ് വലിച്ചിട്ടില്ല, പൊടി വലിച്ചിട്ടില്ല, മുറുക്കിട്ടില്ല, യാതൊന്നും ഞാൻ ഇന്നും വരെ ചെയ്തിട്ടില്ല. ഇങ്ങനെ ഈ സ്വഭാവം ഉണ്ടെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അതെൻ്റെ മനസ്സിലേ ഉള്ളൂ. എനിക്ക് അവരോട് പറയാൻ പറ്റില്ല, വലിക്കരുത് സിഗരറ്റ് അതൊന്നും പറയാൻ പറ്റില്ല കാര്യമല്ല. പക്ഷെ എൻ്റെ മനസ്സിലുണ്ട് ഇതെല്ലാം ആയിരിക്കണം. എൻ്റെ ശിഷ്യന്മാരൊക്കെ അങ്ങനെയാണ് എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിശ്വസിക്കുന്നു. ഒരു അതെ, ചിലരെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സാന്ദർഭികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ. എനിക്കതിനെപ്പറ്റി പരാതിയൊന്നുമില്ല. പക്ഷെ അങ്ങനെ ആയിരിക്കണം. അതിൻ്റെ ഗുണവും അവർക്കുണ്ട്. അതേ എനിക്ക് അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് സാറിനോട് സാധാരണ എല്ലാവരും ലാസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യം, അത് എന്തെങ്കിലും അടുത്ത തലമുറ ഉപദേശം കൊടുക്കാനുണ്ടോ എന്നുള്ളത്. ആ ഉപദേശങ്ങളെല്ലാം ഇതിലായി. ശരിക്കും ഇതാണ് എനിക്ക് അടുത്ത തലമുറയ്ക്ക് നൽകാവുന്ന ഏറ്റവും ഒരു നല്ലൊരു ഉപദേശം ഇതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അടിമപ്പെടരുത്. അതില്ലാണ്ട് ഞാൻ ഇത്രയും കാലം ജീവിച്ചല്ലോ. ഞാൻ പിന്നെ ഇതിനെ തന്നെ ലഹരിയാക്കുക എന്നുള്ളതാണ് സംഗീത ലഹരി. അതെ, ഞാൻ പണ്ട് പിന്നെ കച്ചേരിക്ക് പോയിക്കൊണ്ടിരുന്ന കാലത്ത് വാഹനമൊന്നും ഇതുപോലെ ഇല്ലല്ലോ. ഞാൻ സൈക്കിൾ ചവിട്ടി കച്ചേരിക്ക് പോയിട്ടുണ്ട്, വയലിൽ വെച്ച് ബാഗിൽ വെച്ച് കെട്ടിയിട്ട്. പിന്നെ അത് സ്കൂട്ടറാക്കി, പിന്നെ കാറായി, അങ്ങനെ വളർന്നു. ഞാൻ സൈക്കിൾ പിന്നെ പണ്ട് കുറച്ച് ദൂരെ സ്ഥലങ്ങളിൽ ബസ്സിലാണ് പോവുക. ബസ്സിൽ പോയിട്ട് അവിടുന്ന് ആ ഒരു സ്പോട്ടിൽ നിന്ന് കാറ് കൊണ്ടുപോയിട്ട് തിരിച്ച് അവിടെ കൊണ്ടുവിടും രാത്രി. അപ്പോൾ കച്ചേരി കഴിഞ്ഞ് എൻ്റെ കൂടെ ഒരു മൃദംഗിസ്റ്റുമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കടയുടെ വരാന്തയിൽ പേപ്പറും വിരിച്ച് അവിടെ കിടക്കുന്ന, കാരണം നേരെ വിളിച്ച ബസ്സുള്ളൂ. കിടന്നപ്പോൾ ഇവൻ എണീറ്റ്, എൻ്റെ പിന്നെ കൂട്ടുകാരൻ എണീറ്റ് അവിടെയൊക്കെ ഇങ്ങനെ തപ്പി പോകണുണ്ട്. ഞാൻ പറയും, എന്താണ് താൻ ഇങ്ങനെ തപ്പി പോണേ? ഒന്നുമില്ലടോ എന്ന് പറയും. വീണ്ടും തപ്പി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താണ് ചോദിച്ചത്? അതെ, ഒരു ബീഡി കുറ്റിയിട്ട് നോക്കുകയാണ്. ഞാൻ പറയും, എന്തോട് താൻ ഈ പറയുന്നത്? എടോ, തണുപ്പ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, അത്രമാത്രം താൻ അതപ്പതിക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ താൻ കൊണ്ടുവരും. ഈ വല്ലവരും വലിച്ചിട്ട് കളഞ്ഞത് അതെങ്കിലും കിട്ടുമെന്ന് അന്വേഷിക്കുന്ന ഒരവസ്ഥ, ആ അവസ്ഥയിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു കലാകാരനും, ഒരു മനുഷ്യനും, കലാകാരനല്ല, ഒരു മനുഷ്യനും ആ രീതിയിലേക്ക് അതപ്പതിക്കരുത്.
സന്തോഷം സാർ. അത് അങ്ങനെ വിശ്വസിക്കുന്നതാണ് ഞാൻ. സാർ, ഈ നമുക്ക് ഒരു ഇനിയൊരു വരുന്ന ഒരു തലമുറയുണ്ടല്ലോ. ഇപ്പം നമ്മളിപ്പം സാറിൻ്റെ ഒരു ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു കാലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനിയൊരു വരുന്നൊരു തലമുറയ്ക്ക് ഈ ഒരു വയലിൻ എന്ന് പറയുന്നൊരു വാദ്യത്തിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? അവർക്ക് എന്തൊക്കെ സാധ്യതകളുണ്ട് വയലിനിൽ? സാറ് നോക്കുന്ന സമയത്താണ് ഞാൻ പറയുന്നത്. വയലിനിൽ സാധ്യതകൾ അനന്തമാണ്. പക്ഷേ അവരിന്ന് ഇപ്പോൾ എൻ്റെ ഒരു പഠിക്കുന്ന കുട്ടികൾ പോലും ഒരു കീർത്തനം വായിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ പഠിപ്പിക്കുന്ന മിക്കവാറും ശുദ്ധമായിട്ട് വായിക്കുന്നവരായിരിക്കും. അടുത്ത ദിവസം അടുത്ത ദിവസം പഠിക്കാൻ വരുമ്പോൾ സാർ ഞാൻ ആ സിനിമയിലെ ഒരു സിനിമ പാട്ട് പഠിച്ചിട്ടുണ്ട്. സ്വാഭാവികം സാർ, കാലം അങ്ങനെ എന്താണോ അങ്ങനെ അല്ല, സിനിമ പാട്ട് പഠിക്കണമെന്ന് എല്ലാവരും പറയുന്നു. അതാ അതെ. അല്ല, അത് മോശം എന്ന് പറഞ്ഞു പറയാൻ പറ്റില്ല. മോശം സംഗീതമൊന്നും അല്ലല്ലോ. ഇപ്പോൾ എൻ്റെ പിന്നെ അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ പിന്നെ SP ബിജു എന്നും പറഞ്ഞൊരു വലിയൊരു ഈ പിന്നെ എൻ്റെ ശിഷ്യനാണ് അദ്ദേഹം. ഗാനഭൂഷൺ പാസ്സായ ആളാണ് അദ്ദേഹം. പിന്നെ ഈ സിനിമ ഇതിനൊക്കെ കല്യാണങ്ങൾക്കൊക്കെ അതിന് ധാരാളം പ്രോഗ്രാമുകൾ വലിയ സ്ഥാപനങ്ങളിൽ, വലിയ ഗവൺമെൻറ് തന്നെ പല സ്ഥാപനങ്ങളിൽ ഇയാളെ കൊണ്ട് വായിപ്പിക്കാറുണ്ട്. അപ്പോൾ എന്നോട് ഒന്ന് ചോദിച്ചു, സാറേ എനിക്ക് പിന്നെ ബിജു എസ് ആനന്ദിൻ്റെ കൂട്ടുകാരൻ മായിത്തറ. അപ്പോൾ എന്നോടൊന്ന് ചോദിച്ചു, സാറ് ഞാൻ കച്ചേരിക്ക് വായിച്ചാൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാൻ സിനിമ പാട്ട് വായിച്ചോട്ടെ, സാറ് പറയുകയാണെങ്കിൽ ഞാനത് വായിച്ചോളാം, വായിക്കാം. അപ്പം എടോ അതും പാട്ട് തന്നെ ഇതും പാട്ട് തന്നെ, രണ്ടിനും സാഹിത്യമുണ്ട്, രണ്ടിന് ശ്രുതിയുണ്ട്, താളമുണ്ട്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, താൻ അത് തന്നെ പഠിച്ചോളൂ എന്ന് പറഞ്ഞു. അവൻ ഇന്നിപ്പോൾ 2-3 ലക്ഷം സമ്പാദിക്കുന്ന ആളാണ്. ഞാൻ ഒരിക്കലും മോശം പറയില്ല. ഞാൻ അത് കേൾക്കുകയും ചെയ്യും, ധാരാളം കേൾക്കുകയും ചെയ്യും, അതിന് പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഇത് ക്ലാസിക്കലും വിടരുത്. അത്രേ മാത്രമേ എനിക്ക് അക്കാര്യത്തിലുള്ളൂ. അമ്മയോട് ഇത്ര നേരമായിട്ടും അമ്മയോടൊന്നും ചോദിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു മഹാവിദ്വാൻ്റെ കൂടെ ജീവിക്കാൻ കഴിയുക, ആ ഒരു മഹത് സംഗീത ജീവിതത്തിന് സാക്ഷിയായിട്ടിരിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അത് കേട്ടുകൊണ്ടിരിക്കാൻ കഴിയുന്നതിൻ്റെ വലിയ ഭാഗ്യമാണ് അല്ലേ? അമ്മയുടെ അനുഭവം എന്താണ് ശരിക്കും? എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആദ്യം മുതൽ എനിക്ക് സംഗീതം അറിഞ്ഞൂടായിരുന്നു. അന്നും ഇന്നും ഒരുപോലെ കൂടെ നിന്ന് സഹായിക്കുന്നുണ്ട്. അത് എന്നെ കൊണ്ട് പറ്റുള്ളൂ. അത് വലിയ കാര്യമാണ്, അത് ചെറിയ കാര്യം ഒന്നും വിചാരിക്കരുത്. കാരണം ഒരു കുടുംബിനിയായിട്ട് ഇരിക്കുന്ന ആ സമയത്ത് ഒരുപാട് മക്കളുണ്ടാവാൻ എല്ലാവരും ഉണ്ടല്ലോ, മക്കളുണ്ട്, അവരൊക്കെ നോക്കണം. പല കാര്യങ്ങൾക്കിടയിൽ ആ ഒരു സംഗീതത്തിനെ സംരക്ഷിച്ചുകൊണ്ട് പോകാന്ന് പറയുന്നതിന് വലിയൊരു ധർമ്മമാണ്, വലിയ കാര്യമാണ്. പലപ്പോഴും ഞാനിതിൻ്റെ ഒരു തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് കേരളത്തിൽ തന്നെ നമുക്ക് മറ്റൊരു സ്ഥലത്തും ഇല്ലാത്തത്രയും സംഗീത വിദ്വാന്മാർ ശരിക്കും കേരളത്തിലുണ്ട്. ഒരുപാട് ആൾക്കാർ നമുക്ക് ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഓരോ വിദ്വാന്മാരുടെയും ഈ ഇത്രയും ഒരു പരമഗുരുക്കന്മാരായിട്ടുള്ള ഇത്രയും വളരെ കാലം സംഗീതത്തിൽ നിന്നിട്ടുള്ള ഗുരുക്കന്മാരുടെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഇത്തരം കാര്യങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻസ് അത് ചെയ്യണമെന്ന് ഒരുപാട് കാലമായിട്ടുള്ള ഒരു തോന്നലുണ്ട് മനസ്സിൽ. അപ്പം ഇന്ന് നമുക്ക് വളരെ ബഹുമാനിക്കപ്പെടേണ്ട, വളരെ ആദരിക്കപ്പെടേണ്ട ഒരു മഹത് വ്യക്തിത്വമാണ് ശ്രീ നെടുമങ്ങാട് ശിവാനന്ദ സാർ. വയലിൻ വിദ്വാൻമാരിലെ ഏറ്റവും പരമഗുരുവായിട്ടുള്ള ഒരാൾ. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാവും സംഗീതത്തിൻ്റെ പഴയ കാലം എന്തായിരുന്നു, അതിനുശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഓരോ കാര്യങ്ങളും നമുക്ക് തിരിച്ചറിയാൻ നമുക്ക് തന്നെ തിരിച്ചറിവ് തരുന്നതാണ് ഇത്തരം ഗുരുക്കന്മാരായിട്ടുള്ള സംഭാഷണം. ശരിക്കും ഇന്ന് വളരെ സന്തോഷമാണ് സാറിന് നമുക്ക് കിട്ടിയതിൽ. ഒരുപാട് സന്തോഷം സാർ. സാറിൻ്റെ അമ്മയോട് കൂടി പത്നിയോട് കൂടി വന്നതിൽ വളരെ സന്തോഷം. നമുക്ക് വരുന്നൊരു തലമുറയ്ക്ക് ഒരു വലിയ പാഠമാവട്ടെ സാറിൻ്റെ ഈ ജീവിതവും സംഗീതവും അനുഭവങ്ങളും ഈ ഒരു സംഭാഷണവും എല്ലാം വലിയൊരു പാഠമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. സാറിന് എൻ്റെ വളരെ വിനീതമായിട്ടുള്ള നമസ്കാരം.